ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ നോവേല വിതയ്ക്കുന്നു, കൊയ്യുന്നു, കളപ്പുരകളിൽ ശേഖരിക്കുന്നു. അധ്യായം 1. വക്കീൽ ജയരാജ് ഒരു ചോദ്യത്തിൻ്റെ ശൂലമുന കൊണ്ട് തൻ്റെ നെറ്റിയിൽ ആഞ്ഞുകുത്തിയതുപോലെയാണ് വിനയകുമാറിന് ആദ്യം തോന്നിയത്. നിങ്ങളുടെ ഭാര്യയ്ക്കെതിരെ ഡിവോഴ്സിന് ശക്തമായ തെളിവ് എന്തെങ്കിലുമുണ്ടോ? വിശ്വാസവഞ്ചന, പരപുരുഷ ബന്ധം, വന്ധ്യത, മാറാരോഗങ്ങൾ, മനോവിഭ്രാന്തി, ശാരീരിക ബന്ധത്തിൽ നിസ്സഹകരണം, അങ്ങനെ എന്തെങ്കിലും? ഡിവോഴ്സ് കിട്ടണമെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട്സ് സ്ട്രോങ് ആയിരിക്കണം. ഇതൊന്നുമല്ല ഞങ്ങളുടെ പ്രശ്നം, ഈഗോയാണ്. സൂപ്പർ ഈഗോ എന്നൊരു ഗ്രഹം നമ്മുടെ സൗരയൂഥത്തിലുണ്ടെന്നിരിക്കട്ടെ. അവിടെ നിന്ന് വന്നവളാണ് അവൾ. വിനയകുമാർ തൻ്റെ ഭാഗം അവതരിപ്പിച്ചു. പക്ഷേ അതൊന്നും മതിയായ റീസണല്ല. ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യ മതിയായ റീസണല്ലേ? ഭർത്താവിൻ്റെ ഏത് അഭിപ്രായത്തിനും ഏത് ഇഷ്ടത്തിനും നോ പറയുന്ന ഭാര്യ. നമുക്ക് ട്രൈ ചെയ്യാം. കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കണം. വക്കീൽ ജയരാജ് ഒന്നുകൂടി ഊന്നി പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് മ്യൂച്വൽ ഡിവോഴ്സ് സ്യൂട്ട് ഫയൽ ചെയ്യണം. അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അതിന് അവളുടെ സമ്മതം ചോദിക്കണ്ടേ? വേണം. പണ്ടത്തെ ശൈലി കടമെടുത്ത് പറഞ്ഞാൽ എൻ്റെ പട്ടി പോകും അവളോട് സമ്മതം ചോദിക്കാൻ. പക്ഷേ നിങ്ങൾക്ക് പട്ടിയില്ലല്ലോ. വക്കീൽ ചിരിച്ചു. അതുകൊണ്ട് നിങ്ങൾ തന്നെ പോകേണ്ടി വരും. ശരി, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാം. എന്നാലും ഈസിയല്ല. ഞാൻ പറഞ്ഞില്ലേ, ശക്തമായ കാരണങ്ങളുണ്ടായിരിക്കണം രണ്ടു പേർക്കും. ഒന്നാമത്, നിങ്ങൾ പ്രേമിച്ച് വിവാഹിതരായവരാണ്. അതുതന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവം. ആദ്യം നിങ്ങൾ അറിയേണ്ടവരെ ആരെയും അറിയിക്കാതെ മാരേജ് രജിസ്റ്റർ ചെയ്യുന്നു. പിന്നീട് രാത്രി കാറുമായി ചെന്ന് ഭാര്യയെ കട്ടുകൊണ്ടു പോരുന്നു. ഒരാഴ്ചയോളം സുഹൃത്തുക്കളുടെയും അകന്ന ബന്ധുക്കളുടെയും വീട്ടിൽ ഒളിവിൽ കഴിയുന്നു. പോലീസും നിങ്ങളുടെ ഭാര്യ വീട്ടുകാരും രാജ്യമെമ്പാടും നിങ്ങളെ തിരഞ്ഞ് പരക്കം പായുന്നു. ഒടുവിൽ ഭാര്യ വീട്ടുകാർ നിങ്ങളെ രണ്ടുപേരെയും കണ്ടുപിടിക്കുന്നു. നിങ്ങളെ തല്ലിക്കൊന്ന് പാലത്തിൽ നിന്ന് പുഴയിലെറിഞ്ഞിട്ട് അവളെയും കൊണ്ടുപോകുന്നു. പുഴയിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്നവർ നിങ്ങളെ വലിച്ച് കരയ്ക്കടുപ്പിച്ച് ചത്തിട്ടില്ലെന്ന് മനസ്സിലാക്കി ഹോസ്പിറ്റലിൽ എത്തിച്ചതും പിന്നീട് നിങ്ങൾ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്തതും ഒക്കെ അടുത്ത ഭാഗം. നാടകീയമായി ഭാര്യ വീട്ടുകാർ നിങ്ങളുടെ ഭാര്യയെ കോടതിയിൽ ഹാജരാക്കുന്നു. അതുവരെയുള്ള യാതൊരുവിധ ബ്രെയിൻ വാഷിങ്ങിനും വഴങ്ങാത്ത നിങ്ങളുടെ ഭാര്യ സധൈര്യം എൻ്റെ ഇനിയുള്ള ജീവിതം എൻ്റെ ഭർത്താവിൻ്റെ കൂടെയെന്ന് പ്രഖ്യാപിച്ച് നിങ്ങളോടൊപ്പം പോരുന്നു. ഇതെല്ലാം ഒരു ത്രില്ലർ നോവൽ പോലെ ന്യൂസ് പേപ്പറുകളിലും ചില മാഗസിൻ കവർ സ്റ്റോറികളിലും വായിച്ച് രസിച്ചവനാണ് ഈ ഇരിക്കുന്ന ഞാനും. ഇന്നാട്ടിലെ ഭൂരിപക്ഷം ആളുകൾക്കും നിങ്ങളുടെ കഥയറിയാം. നിങ്ങളെ നേരിട്ടറിയില്ലെന്നേയുള്ളൂ. അതൊക്കെ ആ സമയത്ത്. പ്ലീസ് കേൾക്ക്, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. വക്കീലന്മാർക്കും മജിസ്ട്രേറ്റുമാർക്കും നിങ്ങളുടെ കഥ അറിയാമായിരിക്കാം. കാരണം അത്രമാത്രം വാർത്ത സൃഷ്ടിച്ചവരാണ് നിങ്ങൾ. അന്ന് ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നത് നിങ്ങളെ അറിയാമായിട്ടോ നിങ്ങൾ വലിയ ധീരസാഹസ പ്രവൃത്തി ചെയ്തതുകൊണ്ടോ അല്ല. അവരെല്ലാം പ്രണയത്തെ വല്ലാതെ സ്നേഹിക്കുന്നതുകൊണ്ടാ. ലോകത്ത് എല്ലാ മനുഷ്യരിലും പ്രണയമുള്ളതുകൊണ്ടാ എല്ലാ പ്രണയകഥകളും വായിക്കപ്പെടുന്നതും പ്രണയ സിനിമകൾ എല്ലാ കാലത്തും തിയേറ്ററുകളിൽ ഓടുന്നതും. പ്രണയം വിജയിപ്പിക്കണമെന്ന എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ടാണ് നിങ്ങളെപ്പറ്റി ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത മലയാളികൾ മുഴുവൻ അന്ന് നിങ്ങളുടെ പ്രണയത്തിന് ധാർമ്മിക പിന്തുണ പ്രഖ്യാപിച്ചത്, നിങ്ങളുടെ പ്രണയ സാഫല്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചത്, നിങ്ങളുടെ പ്രണയത്തെ എതിർത്തവരെയെല്ലാം ശപിച്ചത്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അന്ന് നിങ്ങൾ കേരളത്തിലെ എല്ലാ വീടുകളിലും ചർച്ചാ വിഷയമായിരുന്നു. സർ, അതിനുശേഷം ഒരു കാലവർഷം കഴിഞ്ഞു, ഒരു തുലാവർഷം കഴിഞ്ഞു, ഒരു വേനലും കടന്നുപോയി. കാറ്റ് പലതവണ മാറി വീശി. കടലിൽ ന്യൂനമർദ്ദങ്ങളുണ്ടായി. അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് വന്നു. അവിടെ വീശിയ ചുഴലിക്കാറ്റിൽ അരിസോണ എന്ന സ്റ്റേറ്റ് നാമാവശേഷമായി. ചൈനയിലെ ഭൂകമ്പം, ബ്രഹ്മപുത്രയിലെ വെള്ളപ്പൊക്കം. വക്കീൽ ജയരാജ് തൻ്റെ കണ്ണിലേക്ക് തന്നെ തുറച്ചു നോക്കുന്നത് കണ്ട് വിനയകുമാർ നിർത്തി. 2 നിമിഷം കഴിഞ്ഞ് സ്വരം താഴ്ത്തി ഇത്രയും കൂടി പറഞ്ഞു. അങ്ങനെ പല ദുരന്തങ്ങളും സംഭവിച്ചതുപോലെ ഞങ്ങളുടെ പ്രണയവും തകർന്നുവെന്ന് തീർച്ചയാണോ? 101%. നിങ്ങളുടെ വിവാഹമോചന കേസിന് ഒരു പബ്ലിസിറ്റി കിട്ടിയാൽ ആരും നിങ്ങളുടെ കൂടെ നിൽക്കില്ല. എൻ്റെ മാത്രം ആവശ്യമല്ല സർ, അവളുടേതും കൂടിയാണ്. ഞാൻ വേണമെങ്കിൽ അവളെയും കൂട്ടിക്കൊണ്ടുവരാം. എന്തായാലും നിങ്ങൾ പിരിയാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അൺസഹിക്കബിൾ എന്ന് നമ്മൾ തമാശയ്ക്ക് പറയാറില്ലേ? അതിനേക്കാൾ കടുപ്പമാണ് സർ. നമുക്ക് തല്ലിക്കൊല്ലണമെന്നൊക്കെ തോന്നും. എനിക്ക് ജയിലിൽ പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. നിങ്ങളുടെ വൈഫിനോട് ചോദിച്ചാൽ അവൾക്കും ഇത് തന്നെയായിരിക്കും പറയാനുണ്ടാകുക. സംശയമെന്ത്? അവൾ എന്നോട് നേരിട്ട് പറയും,
നിങ്ങളെ കൊല്ലാനാ എനിക്ക് തോന്നുന്നതെന്ന്. വാസ്തവത്തിൽ നിങ്ങളുടെ ശരിക്കുള്ള പ്രോബ്ലം എന്താണ്? ഒത്തുപോകാൻ കഴിയുന്നില്ല സർ. എന്ന് മടിയാണ്. അടിയെന്ന് വച്ച റിയൽ അടി. ഞാൻ അടിക്കും, അവൾക്കടിക്കും, മാന്തും. എൻ്റെ ഈ കൈത്തണ്ടയിലെ പാടുകളൊക്കെ കണ്ടോ സർ? ഇത് പൂച്ച മാന്തിയതൊന്നുമല്ല. രാവിലെ ഉണർന്നെണീറ്റാലുടനെ അവൾ കുറേ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കും. കുറേ സർക്കുലറുകൾ പിറകെ വരും. അവൾ മന്ത്രി, ഞാൻ ഗൺമാൻ, അല്ലെങ്കിൽ അവൾ കളക്ടർ, ഞാൻ ശിപായി. എനിക്ക് ഫ്രണ്ട്സ് പാടില്ല, ഡ്രിങ്ക്സ് പാടില്ല. ഞാൻ എന്ത് ജോലി ചെയ്താലും അതിനോട് പുച്ഛം. പോരാന്നാ പറയുന്നേ. ഞാൻ 24 മണിക്കൂറും അവളോടൊപ്പം ഉണ്ടായിരിക്കണം. കൂടുതൽ ശമ്പളമുള്ള ജോലി സമ്പാദിക്കണം. അവളെ ഞാൻ കൈവെള്ളയിൽ വെച്ചുകൊണ്ട് നടക്കണം. ആ കുട്ടി ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ. അതിൻ്റെ ഒരന്തസ്, ആഭിജാത്യം, കുലീനത്വം ഒക്കെ ആ രക്തത്തിലുണ്ടാകും. ബ്ലൂ ബ്ലഡ് എന്ന് പറയാറില്ലേ? പക്ഷെ ഞാനൊരു സാധാരണക്കാരനല്ലേ. അസാധ്യമായത് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ ചെയ്യും? നെപ്പോളിയൻ അല്ലല്ലോ ഞാൻ. നിങ്ങൾ എങ്ങനെ പ്രേമിച്ചോ? എനിക്കറിഞ്ഞുകൂടാ. ദൂരെ നിന്ന് കണ്ടപ്പോൾ എനിക്കൊരിഷ്ടം തോന്നി. അടുത്തു വന്ന് കണ്ടപ്പോൾ അവൾക്കും ഒരിഷ്ടം തോന്നി. ബാക്കിയെല്ലാം മൊബൈൽ ഫോൺ കമ്പനിക്കാർ ചെയ്തു തന്ന സേവനങ്ങളാ. ആ പഴയ താരിഫൊക്കെ ആയിരുന്നു നല്ലത്. 1 മിനിറ്റ് 3 രൂപ. എങ്കിലിത് ഇടയ്ക്ക് വെച്ച് തീർന്നു പോയേനെ. അപ്പോഴാണ് ഓരോ മൊബൈൽ കമ്പനികൾ പുതിയ ഓഫറുകളുമായിട്ട് വന്നത്. ഫ്രീ, എല്ലാം ഫ്രീ. എന്നിട്ടും പൈസ എത്രയാ പോയത്? ആയുസ് എത്രയാ പാഴായത്? എന്നാലും നിർണായക സമയത്ത്, അതായത് ഹേബിയസ് കോർപ്പസിൻ്റെയൊക്കെ ആ ഡിസിസീവ് മൊമെൻറ്റിൽ വീട്ടുകാരെ എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ പക്ഷത്തു നിന്ന കുട്ടിയല്ലേ. അത് ഓർമ്മിക്കണ്ടേ? അതുകൊണ്ടല്ലേ 1.5 വർഷം ഞാൻ സഹിച്ചത്. ഇനി വയ്യ. ഒന്നുകിൽ ആത്മഹത്യ, അല്ലെങ്കിൽ കൊലപാതകം. ഇത് രണ്ടും വയ്യാത്തതുകൊണ്ടാ 3ാമത്തെ മാർഗം നോക്കുന്നേ, ഡിവോഴ്സ്. പിരിയുകയല്ലാതെ വേറൊരു മാർഗവും കാണുന്നില്ല അല്ലേ? സാർ എന്തിനാ പിന്തിരിപ്പിക്കാൻ നോക്കണേ? സാറിനൊരു കേസും ഫീസും കിട്ടുന്നതല്ലേ. സാറിൻ്റെ പ്രൊഫഷൻ അതല്ലേ. കിട്ടുന്ന കേസ് വിജയിപ്പിച്ചു കൊടുക്കുക. എങ്കിലല്ലേ സാറിനെ തേടി പിന്നെയും കേസുകൾ വരൂ. കുടുംബ കോടതിയിലാണ് എൻ്റെ പ്രാക്ടീസ്. അതൊക്കെ ശരി തന്നെ. പക്ഷേ എൻ്റെ അടുത്ത് വരുന്ന ഡിവോഴ്സ് കേസുകൾ മിക്കതും ഞാൻ ആദ്യം ഒത്തുതീർപ്പാക്കാനാണ് ശ്രമിക്കാറ്. എന്നെക്കൊണ്ട് കഴിയുന്ന പോലൊക്കെ ഉപദേശിക്കും, കൗൺസിലിംഗ് നടത്തും. എന്നിട്ട് നിവൃത്തിയില്ലെങ്കിൽ കേസ് നടത്തിക്കൊടുക്കും. അതാണ് എൻ്റെ ഒരു ശൈലി. അതൊന്നും ഞങ്ങളുടെ കാര്യത്തിൽ വേണ്ട. കേസ് നടത്തുക, ഫീസ് വാങ്ങുക. ഞാൻ എന്താ ഉടനെ ചെയ്യേണ്ടത്? ജോയിൻറ്റ് ഡിവോഴ്സ് സ്യൂട്ടാണെങ്കിൽ വൈഫിനെയും കൂട്ടിവാ. അവരുടെ കൺസെൻറ്റും ഒപ്പും ഒക്കെ വേണമല്ലോ. നിങ്ങൾ വിളിച്ചാൽ വരുമോ? ഡിവോഴ്സിനാണെന്നറിഞ്ഞാൽ വളരെ സന്തോഷത്തോടെ വരും. ശരി, നാളെ തന്നെ വന്നോളൂ. താങ്ക് യു സാർ. വിനയകുമാർ അഡ്വക്കേറ്റിൻ്റെ ഓഫീസിൽ നിന്നിറങ്ങി റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കിനടുത്തേക്ക് ചെന്നപ്പോൾ മൊബൈലിൽ കോൾ. മഞ്ജിമയാണ്. എടുക്കണോ വേണ്ടയോ എന്ന സന്ദേഹം തീരും മുൻപ് റിങ് ചെയ്തു തീർന്നു. വിനയകുമാർ ബൈക്കിൽ കയറിയിരുന്നപ്പോൾ വീണ്ടും കോൾ. അയാൾ അറ്റൻഡ് ചെയ്തു. എന്താ? മാധവമാമ വന്നിട്ടുണ്ട്. അതിന് ഞാനെന്ത് വേണം? എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണം. പൈസയില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് മാധവമാമയുടെ മുന്നിൽ നാണം കെടാൻ വയ്യ. എൻ്റെ കാര്യം പോട്ടെ, വിനയനില്ലേ ഒരഭിമാനം. വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ട് നല്ല ഫുഡ് കൊടുക്കാൻ പോലും. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം വീണ്ടും, അവരെന്തു വിചാരിക്കും? നോക്കട്ടെ, ഇന്ന് പോകുമോ? അറിഞ്ഞൂടാ. നാശം പിടിക്കാൻ. എന്തിനാ വന്നതെന്ന് ചോദിച്ചില്ലേ? ഇത്രയും കാലം ഒരു കണക്ഷനും ഇല്ലാതിരുന്നിട്ട്. എന്തിനെങ്കിലും ആകട്ടെ, മാധവമാമ പോകുന്നതുവരെ നമ്മൾ തമ്മിലുള്ള വഴക്ക് അറിയിക്കരുത്. മാധവമാമ അവിടെ ചെന്ന് പറഞ്ഞോട്ടെ അവരവിടെ സന്തോഷമായിട്ടാണ് കഴിയുന്നതെന്ന്. ഞാൻ അഭിനയിക്കണം. ഒരു ദിവസത്തേക്ക് മതിയല്ലോ. മാധവമാമ പോയിക്കഴിഞ്ഞ് എന്തു വേണമെങ്കിലായിക്കോളൂ. ഞാനിപ്പോൾ അയാളുടെ മുന്നിൽ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിന്റെ തൊലി ഉരിച്ച് കാണിച്ചു കൊടുക്കണം. എന്നാ അങ്ങനെ ചെയ്യ്. ഞാനും കാണിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് വാ. ഒരു ശബ്ദത്തോടെ കോൾ കട്ടായി. ഫോൺ എറിഞ്ഞതാണോ എന്ന് പോലും വിനയകുമാർ സംശയിച്ചു. വീട്ടിലേക്ക് പോകാതിരുന്നാലോ? അവളുടെ മാധവമാമയെ കാണാതെ കഴിക്കാം. അയാളുടെ ഉപദേശങ്ങളിൽ നിന്നും കുറ്റപ്പെടുത്തലുകളിൽ നിന്നും രക്ഷപ്പെടാം. അയാളൊക്കെ എന്തിനു വരുന്നു? ക്ഷേമം അന്വേഷിക്കാനോ? അതോ വഴക്കാണെന്നറിഞ്ഞിട്ട് ഒത്തുതീർപ്പിന് ശ്രമിക്കാൻ വന്നതായിരിക്കുമോ? അല്ലെങ്കിൽ ദുരിത ജീവിതത്തിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകാനോ? വിനയകുമാർ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അധ്യായം 2. എലികളുടെ വാസസ്ഥലം പോലെ കിടന്ന വീട് ഒന്ന് വെടുപ്പാക്കിയെടുക്കാൻ മഞ്ജിമ 2 മണിക്കൂർ കഠിനാധ്വാനം ചെയ്തു. അപ്പോഴേക്കും അവൾ തളർന്നു പോയിരുന്നു. ഇതൊക്കെ ഒരു ജോലിക്കാരിയെ നിർത്തി ചെയ്യിച്ചൂടെ മഞ്ജു നിനക്ക്? മാധവമാമ അവളോട് ചോദിച്ചു. ജോലിക്കാരി വന്നുകൊണ്ടിരുന്നതാ. 2 ദിവസം പനിയായിട്ട് വന്നില്ല. ഒരു ദിവസം വന്ന് കുറച്ച് ക്യാഷ് വാങ്ങിച്ചോണ്ട് പോയി. മെഡിസിൻ വാങ്ങാനാണെന്ന് പറഞ്ഞ് മിനിഞ്ഞാന്നു മുതൽ വരാമെന്ന് പറയുന്നതാ. ഇന്നലെയും വന്നില്ല, ഇന്നും വന്നില്ല, മഞ്ജിമ പറഞ്ഞു.
അപ്പോൾ അതത് ദിവസം നീ തന്നെ വൃത്തിയാക്കണം. ഇങ്ങനെ കൂട്ടിയിടരുത്. എനിക്കൊരു കോൾഡായിരുന്നു മാധവമാമേ. കിടപ്പായിരുന്നു. ഇന്ന് രാവിലെയാ തലപൊക്കി ഒന്നെണീറ്റത്. അവനൊന്നും ചെയ്യില്ലേ വിനയൻ? വിനയേട്ടന് എവിടെ ടൈം? ഫുഡ് പ്രിപ്പയർ ചെയ്യണ്ടേ? ജോലിക്ക് പോകണ്ടേ? എന്നെ കെയർ ചെയ്യണ്ടേ? ഇതിനേക്കാൾ മോശമായ വീടൊന്നും ഈ സിറ്റിയിൽ വേറെയില്ലേ? മാധവമാമ ചോദിച്ചപ്പോൾ അവൾക്കൊരു നാണക്കേട് തോന്നി. ഇതിനു മുൻപൊരു ഫ്ലാറ്റായിരുന്നു. അതിൻ്റെ ഓണർ പെട്ടെന്ന് വിറ്റു. ഞങ്ങൾക്ക് പെട്ടെന്ന് മാറിക്കൊടുക്കേണ്ടി വന്നു. അമ്മമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ. എറണാകുളത്ത് പെട്ടെന്നൊരു വീട് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ അത്ര ഈസിയല്ല. ഈ സ്ഥലപ്പേര് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പാതാളം. ഇതിൻ്റെ താഴോട്ട് പോകാൻ നിവൃത്തിയൊന്നുമില്ലല്ലോ. ഈ സ്ഥലപ്പേര് ഇങ്ങനായി പോയത് ഞങ്ങളുടെ കുറ്റാണോ? വേറെ ഒരുപാട് സ്ഥലത്ത് വീടന്വേഷിച്ചതാ. കിട്ടണ്ടേ? പാതാളം എന്ന സ്ഥലപ്പേര് കേട്ടപ്പോൾ അവിടെ വേണ്ടെന്ന് ഞാൻ ആദ്യം വിനയേട്ടനോട് പറഞ്ഞതാ. പക്ഷേ സാധനങ്ങളെല്ലാം വാരിക്കുട്ടി എടുത്തോണ്ട് പെട്ടെന്ന് ഫ്ലാറ്റിൽ നിന്ന് മാറേണ്ട അവസ്ഥ വന്നപ്പോൾ. എന്ത് സാധനങ്ങൾ വാരിക്കുട്ടി? എന്താടി ഇവിടെ ഉള്ളത്? ഒരു കട്ടില്, ഒരു മേശ, 2 പ്ലാസ്റ്റിക് ചെയർ, ഒരു ഗ്യാസ് അടുപ്പ്. തീർന്നല്ലോ. ഒരു ഫ്രിഡ്ജ് പോലും ഇല്ലേടി നിങ്ങൾക്ക്? ഫ്രിഡ്ജ് കേടായിട്ട് റിപ്പയറിങ്ങിന് കൊടുത്തിരിക്കുക അമ്മാമ്മേ. ഇതെന്ത് ടി വിയാ? ഇതിൻ്റെ പേരാണോ കുട്ടികൾ കാണുന്ന കൊച്ചു ടി വി? ഇങ്ങനത്തെ ടി വി ഇന്നത്തെ കാലത്ത് ഈ വീട്ടിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? വേറെ നല്ല ടി വി ഉണ്ടായിരുന്നതാ. ഒരു ഇടിമിന്നൽ വന്നപ്പോൾ കത്തിപ്പോയി. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ആശ്വാസം. മാധവമാമ വീട്ടിനുള്ളിൽ ചുറ്റി നടക്കുന്നത് കണ്ടിട്ട് മഞ്ജിമയ്ക്ക് ആദി കയറി. വീട്ടിനുള്ളിൽ കുറ്റങ്ങളും കുറവുകളും മാത്രമേയുള്ളൂ. ആകെ 2 കിടപ്പുമുറി. അതിലൊരെണ്ണത്തിലെ കട്ടിലുള്ളൂ. ഇടുങ്ങിയ മുറികളുടെ ജനാല പഴയ മട്ടിൽ പലകപ്പാളികൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ജനാലകളും കട്ടിലകളും ചിതലും ഉറുമ്പുകളും പല്ലികളും പാറ്റകളും ചേർന്ന് അവരുടെ നാഷണൽ ഹൈവേ ആക്കി മാറ്റിയിരിക്കുകയാണ്. രാത്രിയിൽ എലികളുടെ പട്രോളിങ്ങും കാണാം. ഒരു റൂമിലെ ഫാനുള്ളൂ. മാധവമാമ പിന്നെയും ചോദിച്ചു, അങ്ങനത്തെ വീടാ കിട്ടിയത്? എന്ത് ചെയ്യാനാ മാധവമാമേ? വാടകയ്ക്ക് താമസിക്കണവര് ഫാനും കൊണ്ട് നടക്കാൻ പറ്റുമോ? വാടക വീട്ടിലുള്ള ഫാൻ ഉപയോഗിക്കും. ഫ്ലാറ്റിൽ താമസിച്ചിരുന്നപ്പോൾ അവിടെ ഒരു ബെഡ്റൂമിൽ AC ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊരു ടേബിൾ ഫാൻ വാങ്ങിച്ചു വെച്ചൂടെ? ഇവിടെ താമസം തുടങ്ങിയപ്പോൾ മുതൽക്ക് ഞാൻ വിനയേട്ടനോട് പറയുന്നത് ഒരു കൂളർ വാങ്ങിച്ചു വയ്ക്കാൻ. നാളെയാകട്ടെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുക വിനയേട്ടൻ. മറവിയാ. മിക്സിയില്ലേ മോളെ ഇവിടെ? ഞാൻ പറഞ്ഞില്ലേ അമ്മാമ്മേ, ആ ഇടിമിന്നൽ വന്നപ്പോൾ അതിൻ്റെ മോട്ടോർ കത്തിപ്പോയി. റിപ്പയറിങ്ങിന് കൊടുത്തു അല്ലേ? അവർ പറയുന്നത് റിപ്പയർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് പുതിയത് വാങ്ങുന്നതാണെന്ന്. വിനയേട്ടനോട് പുതിയത് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഡൈനിങ് ടേബിൾ 4ആയിട്ട് മടക്കാൻ പറ്റും അല്ലേ? പ്ലാസ്റ്റിക് ആണോ ഫൈബറാണോ ഇത്? അതിന് മഞ്ജിമയ്ക്ക് പെട്ടെന്നൊരു ഉത്തരം കിട്ടിയില്ല. കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ ദൈന്യതകളെല്ലാം നുണകൾ കൊണ്ട് മറയ്ക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. എങ്ങനെ ജീവിക്കുന്നടി നീ ഇതുപോലത്തെ ഒരു എലിമാളത്തിനുള്ളിൽ? എങ്ങനെ ജീവിച്ചവളാണ് നീ? കാറിൽ നിന്നിറങ്ങിയ കാലെടുത്തു വയ്ക്കുന്നത് കാർപ്പറ്റിലോട്ട് അല്ലേ? ഒരാഴ്ച നിന്റെ ബെഡ്റൂമിലെ AC കേടായതിന് നീ എത്ര വലിയ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. നിന്റെ റൂമിലെ 3 അലമാര നിറയെ നിന്റെ ഡ്രസ്സാണെന്ന് അമ്പിളി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. ഇവിടെ എവിടെ അലമാര? നിന്റെ ഡ്രസ്സൊക്കെ എവിടെ വെച്ചിരിക്കുന്നു? ആഴയിൽ തൂക്കിയിട്ടിരിക്കുന്നതാണോ? വീട് മാറിയപ്പോൾ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തതാ, വാങ്ങിയില്ല. അത് വാങ്ങിയിട്ട് നീ എവിടെ കൊണ്ടുവയ്ക്കും? ഡ്രൈ ക്ലീൻ ചെയ്യാൻ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്? 50 ജോഡിയൊന്നുമില്ലല്ലോ. 5 എണ്ണം കാണുമായിരിക്കും അല്ലേ? അവൻ്റെ ഡ്രസ്സൊക്കെ എവിടെ? അതും ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തോ? എല്ലാം കൂടി ഒന്നിച്ചാ കൊടുത്തത്. മുൻപ് താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ അലമാരയുടെ ആവശ്യമുണ്ടായിരുന്നില്ല മാധവമാമേ. എല്ലാ റൂമിലും വാർഡ്രോബ് ഉണ്ടായിരുന്നു. ഈ വീട്ടിൽ വന്നപ്പോഴാ അതിൻ്റെ പോരായ്മ മനസ്സിലായത്. ഇനി ഓരോന്നും വാങ്ങണം. ഇതിനെത്രയാ മോളെ വാടക? 5000. 5000 രൂപയോ ഈ എലിമാളത്തിന്? അപ്പോൾ 2 ബെഡ്റൂം ഫ്ലാറ്റിനൊക്കെ എത്രയാകും? 12,000, 15,000 ഒക്കെ കൊടുക്കേണ്ടി വരും. ഇത് പൊല്യൂഷൻ കൂടുതലുള്ള ഏരിയ അല്ലേ മഞ്ജു? FACT ഇവിടെ അടുത്തല്ലേ? ഒരുപാട് ഫാക്ടറികളില്ലേ? പണ്ടത്തെ പോലെ പൊല്യൂഷൻ ഇല്ലെന്നാ എല്ലാവരും പറയണേ. അമ്മമ്മ കണ്ടില്ലേ എന്തുമാത്രം വീടുകളാണ് ഇവിടെ? ഇതിപ്പോൾ ഒരു ടൗൺഷിപ്പായി മാറിക്കൊണ്ടിരിക്കുക. മാധവമാമ ഒന്ന് മൂളി. മാധവമാമ ഈ വീട് എങ്ങനെ കണ്ടുപിടിച്ചെന്ന എനിക്കതിശയം. അതും ആറന്മുളയെന്ന് എറണാകുളത്ത് വന്നിട്ട് ഭയങ്കര സർപ്രൈസായി പോയി കേട്ടോ. മഞ്ജിമ തൻ്റെ ആശ്ചര്യം മറച്ചു വയ്ക്കാതെ പറഞ്ഞു. നീ അമ്പിളിയെ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ നിന്റെ ആധാർ കാർഡും വോട്ടേഴ്സ് ID യും അയച്ചു കൊടുക്കണമെന്ന്. അവൾക്ക് നീ ഒരു അഡ്രസ്സ് കൊടുത്തിരുന്നില്ലേ? അതെല്ലാം അയക്കാൻ വേണ്ടി. ഇപ്പോൾ മഞ്ജിമയ്ക്ക് എല്ലാം മനസ്സിലായി. പോസ്റ്റൽ അഡ്രസ്സിൻ്റെ ചൂട് പിടിച്ചാണ് ഈ സന്ദർശനം. പാതാളം എവിടാണെന്നൊന്നും നിശ്ചയമില്ലായിരുന്നു. വഴി കളമശ്ശേരിന്ന് എഴുതിയിരുന്നത് കണ്ടപ്പോൾ ഏകദേശ ധാരണ കിട്ടി.
കളമശ്ശേരി വന്ന് പാതാളം എന്നൊരു സ്ഥലമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഒരു ലോട്ടറി കച്ചവടക്കാരനാണ് പറഞ്ഞു തന്നത്. അപ്പോഴാ അങ്ങനൊരു സ്ഥലമുണ്ടെന്ന് വിശ്വാസമായത്. ഞാൻ കേട്ടിരിക്കണ പാതാളം മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയ സ്ഥലമാണ്. ഇവിടെ വന്ന് കണ്ടപ്പോൾ മനസ്സിലായി നിനക്കും ഈ സ്ഥലപ്പേര് ചേരുന്നുണ്ട്. എൻ്റെ അമ്മാമ്മേ, ഇവിടെ എത്രയോ ബിസിനസ്സുകാരും ഉദ്യോഗസ്ഥരും താമസിക്കുന്നുണ്ട്. അമ്മാമ്മ പറയണ കേട്ടതൊന്നും തീരെ ഗതികെട്ടവർ മാത്രം താമസിക്കുന്ന സ്ഥലമാണെന്ന്. എനിക്കിപ്പോൾ മറ്റുള്ളവരെ നോക്കണ്ടല്ലോ. നിൻ്റെ അവസ്ഥ കണ്ടിട്ടാ പറഞ്ഞത്. എൻ്റെ അവസ്ഥയ്ക്ക് ഒരു കുഴപ്പവുമില്ല. ഇവിടെ വന്നിട്ട് അമ്മമ്മ എങ്ങനെ കണ്ടുപിടിച്ചു? ആദ്യം പോസ്റ്റ് ഓഫീസിൽ പോയി തിരക്കി. പിന്നെ നീ കൊടുത്തിരുന്ന അഡ്രസ്സ് വെച്ച് കുറേ ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചു. കുറച്ച് ബുദ്ധിമുട്ടി കണ്ടുപിടിക്കാൻ. എന്തായാലും അമ്മാമ്മയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. എടി മോളെ, നീ ഇവിടെ നോക്ക്. മഞ്ജിമയുടെ നെഞ്ചിലൊരു തീക്കട്ട ചിതറി. അടുത്ത ചോദ്യത്തെ അവൾ ഭയന്നു. നീ എന്തെല്ലാം ഉപേക്ഷിച്ചാ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്? നിനക്കിപ്പോൾ സന്തോഷമാണോ മോളെ? സുഖാണോ എന്ന് ഞാൻ ചോദിക്കണില്ല. സന്തോഷമാണല്ലോ ഏറ്റവും വലിയ സുഖം. എനിക്കൊരു സന്തോഷക്കുറവുമില്ല മാധവമാമേ. വിനയേട്ടൻ എന്നെ പൊന്നുപോലെ നോക്കണുണ്ട്. പൈസയും സൗകര്യങ്ങളും ഇത്തിരി കുറവായിരിക്കും. അതിനേക്കാളൊക്കെ വലുതല്ലേ അമ്മാമേ സ്നേഹം. അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ തൊണ്ടയടഞ്ഞു. ചായ തിളച്ചൊന്നും തോന്നണ നോക്കട്ടെ. മഞ്ജിമ വേഗം അടുക്കളയെന്ന ഇടുങ്ങിയ ഇടനാഴിയിലേക്ക് പിന്തിരിഞ്ഞോടി. അവിടെ അടുപ്പ് പാതകത്തിലേക്ക് ഇരു കൈയും മുന്നി തല കുനിച്ചു നിന്ന് ശബ്ദമില്ലാതെ കരഞ്ഞു. അധ്യായം 3. വീട്ടുമുറ്റത്തേക്ക് ബൈക്ക് കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ തന്നെ വിനയകുമാറിന് മനസ്സിലായി മഞ്ജിമ കുറച്ച് മണിക്കൂർ നേരത്തേക്കെങ്കിലും നല്ല കുട്ടിയാകാൻ തീരുമാനിച്ചിരിക്കുന്നു. കരിയില മൂടി നനഞ്ഞും ചീഞ്ഞും അട്ടകളും ഒച്ചുകളും പഴുതാരകളും യഥേഷ്ടം മേഞ്ഞു നടന്നിരുന്നതുമായ മുറ്റത്തിനൊരു തെളിച്ചം. ഒരൊറ്റ കരിയില പോലുമില്ല. വരാന്തയിലേക്ക് കയറിയപ്പോൾ അതിനേക്കാൾ മെച്ചം. കുപ്പത്തൊട്ടി പോലെ കിടന്ന വീടിനുള്ളിൽ ഒരു ബീഡിക്കുറ്റിയോ തീപ്പെട്ടിക്കമ്പോ കാണാനില്ല. അടുക്കളയിൽ സ്റ്റൗവിനു മീതെ ഒരു പാത്രത്തിൽ എന്തോ തിളച്ചു മറിയുന്നുണ്ട്. പിന്നാമ്പുറത്തെ കിണറിന് സമീപത്തു നിന്നും മഞ്ജിമ തിടുക്കപ്പെട്ട് കയറി വന്നു. വിനയകുമാർ അവളെ അടിമുടി നോക്കി. പണിയെടുത്ത് വിയർത്ത് മുഷിഞ്ഞു നിൽക്കുന്ന അസൽ വീട്ടമ്മ. ഈശ്വരനെ ഓർത്ത് തൻ നിറം കാണിക്കല്ലേ മാധവമാമ, ഒന്ന് പോയിക്കോട്ടെ. വിനയകുമാർ മറുപടിയൊന്നും പറയാതെ കൊണ്ടുവന്ന ക്യാരി ബാഗുകൾ പ്ലാസ്റ്റിക് നിർമ്മിതമായ ഊണുമേശമേൽ വെച്ചു. ബാക്കിയാർഡിലുണ്ട് മാധവമാമ. കിണർ നോക്കുക. മഞ്ജിമ ക്യാരി ബാഗുകൾ തുറന്നു. എന്തൊക്കെയാ ഇത്? ചപ്പാത്തി, വെജ് കൂർമ, മീൽസ്, സ്നാക്സ്, ചായപ്പൊടി, വൈറ്റ്നർ, പഞ്ചസാര. ഹോ മതി. ഇവിടുത്തെ ഇല്ലായ്മകൾക്ക് ഞാൻ ഉത്തരം കൊടുത്ത് മടുത്തു. മൂപ്പരുടെ വീട്ടിൽ നിന്ന് കുറെ കൊണ്ടുവന്ന് കുടഞ്ഞിട്ട് തന്നിട്ടുണ്ടോ ഇത്ര ചോദിക്കാൻ? പതുക്കെ. നമ്മൾ ഇതിനു മുൻപ് ഫ്ലാറ്റിലായിരുന്നു താമസം. ഇടപ്പള്ളിയിൽ 2 ബെഡ്റൂം. ഫ്രിഡ്ജ് റിപ്പയറിങ്ങിന് കൊടുത്തിരിക്കുക. ടിവിയും മിക്സിയും ഇടിമിന്നലിൽ കംപ്ലൈൻ്റായി. AC-യുടെ കാര്യം കൂടി പറയാറുന്നില്ലേ? അതും പറഞ്ഞു ഫ്ലാറ്റിലുണ്ടായിരുന്നുവെന്ന്. മാധവമാമ വിളിക്കുന്നത് കേട്ട് അവൾ പറഞ്ഞു, ചെല്ല്, ദുർമുഖം കാണിക്കല്ലേ, സമാധാനത്തോടെ പോയിക്കോട്ടെ. വിനയകുമാർ പിൻവാതിൽ കിടന്ന് മുൻപിൽ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. മാധവമാമ എന്തോ ചോദിക്കാൻ ഊന്നി നിൽക്കുകയായിരുന്നു. മഞ്ജിമയ്ക്ക് പകരം വിനയകുമാറിനെ കണ്ട് അയാൾ ആശ്ചര്യപ്പെട്ട് 2 നിമിഷം നിന്നു. വിനയകുമാറിനെ അടിമുടി നോക്കി. നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു മുഖപരിചയം. നീ വന്നേയുള്ളോ? മഞ്ജു വിളിച്ചു പറഞ്ഞു. അപ്പോഴേ ഹാഫ് ഡേ എടുത്തു പോന്നു. നിനക്കെവിടെ ജോലി? ഇടപ്പള്ളിയിലൊരു കമ്പനിയുടെ ഓഫീസിലാ. എന്ത് കമ്പനി? ബിൽഡേഴ്സാണ്. ഫ്ലാറ്റും വില്ലകളുമൊക്കെ നിർമ്മിച്ചു വിൽക്കുന്ന. ഈ കിണറ്റിലെ വെള്ളത്തിന് അരുചിയുണ്ടോ? വലിയ രുചി വ്യത്യാസമൊന്നുമില്ല. ഇതിന് മോട്ടോറും പൈപ്പും ഒന്നുമില്ലേ? മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ കണക്ഷൻ ഉള്ളതുകൊണ്ട് വല്ലപ്പോഴുമേ കിണർ വെള്ളം ഉപയോഗിക്കാറുള്ളൂ. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നുമില്ലല്ലോടാ. രാത്രി ഒന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ കതകു തുറന്ന് വീടിന് വെളിയിലിറങ്ങണമല്ലോ. വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ മറപ്പുര നോക്കിക്കൊണ്ട് മാധവമാമ ചോദിച്ചു. വേറെ ഫ്ലാറ്റ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇവിടുന്ന് ഉടനെ മാറും. അതുവരെ ഈ അസൗകര്യമൊക്കെ സഹിക്കുക. മഞ്ജു ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകണുണ്ടല്ലോ. അതല്ലേ അതിശയം. അവൾക്കിപ്പോൾ മനസ്സിലായി ലോകത്ത് ഭൂരിപക്ഷം ആളുകളും മണിമാളികയിലല്ല ജീവിക്കുന്നതെന്ന്. മാധവമാമ വിനയകുമാറിനെ അർത്ഥവത്തായി ഒന്ന് നോക്കി. നിനക്ക് എന്ത് കിട്ടും ശമ്പളം? 15-20 കിട്ടും. അതുകൊണ്ടെങ്ങനെ ഒരു കുടുംബം എറണാകുളത്ത് ജീവിക്കും? ഫ്ലാറ്റിലേക്ക് താമസിക്കണമെങ്കിൽ തന്നെ 10-12 രൂപ കൊടുക്കണ്ടേ വാടക? ഞങ്ങൾക്ക് 2 പേർക്ക് വലിയ ചിലവൊന്നുമില്ലല്ലോ ആഹാരത്തിന്. വേറെ എവിടെയെങ്കിലും കുറച്ചുകൂടെ നല്ല ജോലി നോക്കുന്നുണ്ട്. നീ MBA പഠിച്ചതല്ലേ? അതെ. 50,000-1 ലക്ഷമൊക്കെ ശമ്പളം വാങ്ങുന്ന MBAക്കാരല്ലേ? ധാരാളം പേരുണ്ട്.
ജോലിയും കൂലിയും ഇല്ലാതെ MBA ഡിഗ്രി കക്ഷത്തിൽ വെച്ച് തേരാപ്പാര നടക്കുന്നവരുമുണ്ട്. വിനയകുമാർ പറഞ്ഞു. ഊണ് വിളമ്പി വെച്ചിട്ട് മഞ്ജുമ്മ ക്ഷണിക്കാൻ ഇറങ്ങി വന്നതോടെ ആ സംഭാഷണം മുറിഞ്ഞു. ഊണ് കഴിച്ചു തുടങ്ങിയപ്പോൾ രംഗം നിശബ്ദമായിരുന്നു. പിന്നെ മാധവ മാമ ചോദിച്ചു, ഇതെല്ലാം ഹോട്ടലിൽ നിന്ന് പകർച്ച വാങ്ങിയതല്ലേ? അതെ. എന്താ കൊള്ളില്ലേ അമ്മാമ്മേ? മഞ്ജുവിന് സംശയമായി. സംഗതിയൊക്കെ കൊള്ളാം. പക്ഷേ ഹോട്ടലിൽ നിന്ന് പകർച്ച വാങ്ങി എത്ര നാൾ കഴിക്കും? പൈസ എത്രയാ ചെലവ്? ഇതിപ്പോൾ മഞ്ജുവിന് സുഖമില്ലാത്തതുകൊണ്ടാ. അല്ലെങ്കിൽ ഇവിടെ തന്നെയാ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നേ. വിനയകുമാർ പറഞ്ഞു. ഇവിടെ അടുപ്പ് കത്തിച്ചിട്ട് എത്രയാഴ്ചയായി? അതിൻ്റെ യാതൊരു ലക്ഷണവും ഞാൻ കണ്ടില്ല. ഒരു സവാളയോ ഉള്ളിയോ ഉപ്പോ മുളകോ എന്തെങ്കിലും കാണണ്ടേ അടുക്കളയിൽ? മഞ്ജുവിന് പനിയായിട്ട് ഒരാഴ്ച അടുക്കള വർക്ക് ചെയ്തില്ല. ഉണ്ടായിരുന്ന പച്ചക്കറിയൊക്കെ കേടായി. അതെടുത്തു കളഞ്ഞു. വിനയകുമാർ പറഞ്ഞു. ഇവൾക്ക് പാചകമൊക്കെ അറിയോ? ഒരു കട്ടൻ ചായ ഇട്ടുപോലും കണ്ടിട്ടില്ല. എൻ്റെ കൂടെ വന്ന ശേഷം എല്ലാം പഠിച്ചു. നല്ല രുചിയായിട്ട് വയ്ക്കും മാധവ മാമേ. ഇവൾ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് എനിക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ തമ്മിൽ വഴക്കും പിണക്കവും ഒക്കെ ഉണ്ടാകാറുണ്ടോ? മാധവൻ വിഷയം മാറ്റി. ഇടയ്ക്ക് വല്ലപ്പോഴും ചില്ലറ പൊട്ടലും ചീറ്റലുമൊക്കെ ഉണ്ടാകും. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. എത്ര നേരം പിണങ്ങിയിരിക്കും? വിനയകുമാർ പറഞ്ഞു. ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? ജീവിത നിലവാരം കുറച്ചുകൂടെ മെച്ചപ്പെടണ്ടേ? അതോ ഉള്ളത് മതിയെന്നാണോ? വിനയേട്ടൻ വേറെ കമ്പനിയിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അധികം വൈകാതെ ഒരു നല്ല ജോലി കിട്ടും. എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, മഞ്ജുമ്മ പറഞ്ഞു. ശുഭാപ്തി വിശ്വാസം നല്ലതാ. പക്ഷേ അത് മാത്രം പോരാ. ഹാർഡ് വർക്ക് ചെയ്യണം. ഒന്നിച്ച് ഒരേ മനസ്സോടെ നിൽക്കണം. അതെല്ലാം ഞങ്ങൾ അങ്ങനെ തന്നെയാ. എത്രയൊക്കെ വിഷമം വന്നാലും ഞങ്ങൾ ഒരേ മനസ്സോടെയാ, വിനയകുമാർ പറഞ്ഞു. ഈ വീട് എത്രയും വേഗം മാറണം നിങ്ങൾ. മഞ്ജുവിനെ പോലെ സുന്ദരിയായ ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് ഇരിക്കാൻ കൊള്ളാവുന്ന വീടല്ല ഇത്. പകൽ നേരത്ത് മാത്രമേ ഞാനിവിടെ ഒറ്റയ്ക്കുള്ളൂ അമ്മാമേ. പകലും നീ ഇവിടെ തനിച്ചിരിക്കാൻ പാടില്ല. പലതരം മനുഷ്യരുള്ള നാടാ. പല ദേശക്കാരുണ്ട്. ഒരു ഉച്ചമയക്കത്തിൽ നീ അറിയാതെ ആരെങ്കിലും അതിക്രമിച്ച് കയറി വന്ന് നിന്നെ എന്തെങ്കിലും ചെയ്താലോ? വിനയേട്ടൻ പോയി കഴിഞ്ഞാൽ ഞാൻ വാതിലടച്ച് കുറ്റിയിടും, മഞ്ജുമ്മ പറഞ്ഞു. ഏതെങ്കിലും വേഷം കെട്ടി വരാമല്ലോ. പോസ്റ്റ്മാനായിട്ട് വരാം, കറണ്ട് ബില്ല് തരാൻ വരാം, സെൻസസ് എടുക്കുന്നവനായിട്ട് വരാം, സാധനങ്ങൾ വിൽക്കുന്നവനായിട്ട് വരാം, പഞ്ചായത്തിൽ നിന്ന് കരം പിരിക്കുന്നവനായിട്ട് വരാം. അതൊന്നും സത്യമാണോന്ന് നമുക്കറിയില്ല. ഒരു തുവാലയെടുത്ത് മണപ്പിച്ച നമ്മുടെ ബോധം പോയി. പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, സൂക്ഷിക്കണം. ഞങ്ങളിവിടുന്ന് ഉടനെ തന്നെ മാറും, വിനയകുമാർ ഉറപ്പ് നൽകി. ഊണ് കഴിഞ്ഞ് മാധവ മാമ അല്പസമയം വിശ്രമിച്ചു. വിനയകുമാർ തയ്യാറാക്കി കൊടുത്ത ചായ കുടിച്ചിട്ട് അയാൾ മടക്കയാത്രയ്ക്ക് ഒരുങ്ങി. നാളെ പോകാം മാധവ മാമേ. ഇന്നൊരു ദിവസം ഇവിടെ ഞങ്ങളുടെ ഗസ്റ്റായിട്ട് ആദ്യം വരുന്നതല്ലേ? വിനയകുമാർ നിർബന്ധിച്ചു. വേണ്ട, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. കിടക്കാൻ ഒരു കട്ടിലും ഒരു ഫാനും മാത്രമുള്ള വീട്ടിൽ ഒരു ഗസ്റ്റ് അധികപ്പറ്റ. നിങ്ങളൊരു നല്ല വീട്ടിലേക്ക് താമസം മാറ്റുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാം. മാധവ മാമ പെട്ടെന്ന് തിരിച്ചു പോകുന്നതിൽ മഞ്ജുമ്മയ്ക്ക് മനപ്രയാസമുണ്ടായിരുന്നു. മാധവ മാമ വലിയ പ്രതീക്ഷയോടെയായിരിക്കും വന്നതെന്ന് അവൾ ഊഹിച്ചു. പോകാൻ നേരം മാധവ മാമ വിനയകുമാറിനോട് പറഞ്ഞു. ഇവളുടെ അച്ഛനും ആങ്ങളന്മാരും മറ്റു ചിലരും നിന്നോട് വലിയ ദ്രോഹമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതവരുടെ അറിവില്ലായ്മ. എന്തായാലും അവരാരും നിങ്ങളോട് ഇനി ക്ഷമിക്കാൻ തയ്യാറല്ല. അവർ എന്തെങ്കിലും ഷെയർ തരുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. ഉള്ളതൊക്കെ 2 ആൺമക്കൾക്കുമായി ഭാഗം വെച്ചു കൊടുത്തു കഴിഞ്ഞു. മഞ്ജുവിൻ്റെ പേരിൽ ഒന്നും എഴുതി വച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഒന്നും വേണ്ട മാധവ മാമേ. സ്വത്തും പണവും പ്രതീക്ഷിച്ചല്ല ഞാനിവളെ സ്നേഹിച്ചതും എൻ്റെ കൂടെ കൂട്ടിയതും. അത് നിന്റെ അന്തസ്സ്. ഇപ്പോൾ ഇവിടെ വരാൻ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇവളുടെ മുത്തശ്ശി, അതായത് എൻ്റെയും ഇവളുടെ അമ്മയുടെയും അമ്മ പറഞ്ഞയച്ചതാ എന്നെ. അവർക്ക് നിന്നോടൊരെലിവ് തോന്നി. അമ്മയ്ക്ക് ഓഹരിയായിട്ട് കിട്ടിയ വസ്തുവകകളൊക്കെ ഉണ്ട്. നിങ്ങൾ 2 പേരും സ്നേഹത്തിലും ഐക്യത്തിലുമാണ് ജീവിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി തരണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. ഒന്നും വേണ്ട മാധവ മാമേ, ഈ സ്നേഹമൊക്കെ മതി, വിനയകുമാർ പറഞ്ഞു. അല്ല കുഞ്ഞെ, സ്ത്രീധനമായിട്ട് നിനക്ക് ഒന്നും കിട്ടിയില്ലല്ലോ. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുമെന്നൊക്കെ അറിയാം. എന്നാലും വിഷമസ്ഥിതിയാണെന്ന് വിചാരിച്ചില്ല. ഞാൻ അവിടെ ചെന്ന് അമ്മയോട് നിങ്ങളുടെ അവസ്ഥ പറയും. അമ്മ നിങ്ങളെ വിളിച്ചേക്കും. അപ്പോൾ 2 പേരും കൂടി അവിടെ വന്ന് അമ്മ തരുന്നത് എന്താന്ന് വെച്ചാൽ വാങ്ങിക്കുക. അത് നിങ്ങൾക്കൊരു വലിയ സഹായമായിരിക്കും എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. പോകാനിറങ്ങിയപ്പോൾ മാധവ മാമ കുറച്ച് രൂപ മഞ്ജുമ്മയെ ഏൽപ്പിച്ചു. നിരസിച്ചെങ്കിലും അയാൾ അത് അവളെ പിടിച്ചേൽപ്പിച്ചിട്ട് പറഞ്ഞു. അഭിമാനം നല്ലതാ, പക്ഷേ ദുരഭിമാനം കൊള്ളില്ല. വിനയകുമാർ മാധവ മാമയെ ബൈക്കിൽ കയറ്റി കളമശ്ശേരിയിൽ കൊണ്ടുപോയി ബസ്സിൽ കയറ്റി വിട്ട ശേഷം തിരികെ പോന്നു.
വീട്ടിലെത്തിയ ഉടനെ അയാൾ മഞ്ജുമയെ പരിഹസിച്ചു. എന്തിനടി ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കുന്നത്? നമ്മളിവിടെ ഇല്ലായ്മയിലും വല്ലായ്മയിലും സ്നേഹിച്ചും സന്തോഷിച്ചും കഴിയുകയാണെന്ന് അമ്മാമ്മ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. നാളെ നമ്മൾ ഡിവോഴ്സിന് പോവുകയാണെന്ന് ആ പാവം അറിഞ്ഞാലോ? അതുകൊണ്ട് അറിയിക്കാതിരിക്കുന്നേ. അഡ്വക്കേറ്റിനെ കണ്ടിട്ട് എന്തു പറഞ്ഞോ? ജോയിൻറ്റ് ഡിവോഴ്സ് സ്യൂട്ടാണ് ഏറ്റവും നല്ലതത്രേ. പെട്ടെന്ന് കാര്യം കഴിയും. നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. നാളെ തന്നെ സൈൻ ചെയ്ത് കൊടുക്കുകയല്ലേ? വേണമെങ്കിൽ ഇന്ന് തന്നെയാകാം, മഞ്ജിമ പറഞ്ഞു. മാധവമാമ വന്നപ്പോൾ നിനക്ക് മനസ്സിലായി അല്ലേ വീട്ടിൽ ഒരു ഭാര്യ എങ്ങനെയായിരിക്കണമെന്ന്? അല്ലേ? മുറ്റം തൂക്കുന്നു, മുറി തൂക്കുന്നു, അടുപ്പ് കത്തിക്കുന്നു, എന്തെല്ലാം ചെയ്തു നീ. നിങ്ങൾക്കും ബോധ്യമായല്ലോ ഗസ്റ്റ് വീട്ടിലുള്ളപ്പോൾ ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്ന്. എനിക്കിനി ഒന്നും ബോധ്യപ്പെടാനില്ല. വെറുതെ എന്തിനു വഴക്കടിക്കുന്നു? എന്തായാലും പിരിയാൻ തീരുമാനിച്ചു. ഇനിയുള്ള കുറച്ച് ദിവസം മിണ്ടാതിരിക്കുക, അത്രേ സമാധാനം കിട്ടുമല്ലോ. മഞ്ജിമ മിണ്ടാതിരുന്നു. ഒരുപാട് പറയാനുണ്ട്. പറഞ്ഞാലും അത്രയും തന്നെ വിനയകുമാറിന് അവളോടും പറയാനുണ്ട്. ഒരു കടുത്ത വേനലിൽ പോഷക നദികളെല്ലാം പറ്റിയ പുഴ പോലെ വരണ്ടുണങ്ങിയ പ്രണയം. കുറെ കഴിഞ്ഞ് മഞ്ജിമ ചോദിച്ചു, പിരിയുന്നതിന് മുൻപ് ഒരു ഉപകാരം ചെയ്യുമോ? എന്താണ്? മുത്തശ്ശി വിളിക്കുമ്പോൾ എൻ്റെ കൂടെ ആറന്മുളയ്ക്ക് വരാൻ പറ്റുമോ? എന്തിന്? അവിടെയിട്ട് എന്നെ വകവരുത്താനോ? അവരൊന്നും അങ്ങനത്തെ ആൾക്കാരല്ല. അവിടെ ചെന്ന് നമ്മൾ ഒന്നിച്ചു നിന്നാൽ മുത്തശ്ശിക്ക് പ്രീതി തോന്നി എനിക്കെന്തെങ്കിലും തരുമായിരിക്കും. അത് കൈപ്പറ്റുന്നതുവരെ എൻ്റെ കൂടെ നിന്ന് അഭിനയിക്കാൻ പറ്റുമോ? അതുകൊണ്ട് എനിക്കെന്താ ലാഭം? നീ കിട്ടുന്നതും വാങ്ങി കീശയിലിട്ട് സ്ഥലമിടും. എനിക്ക് കിട്ടുന്നതിൽ നിന്നും ഒരു ഓഹരി ഞാൻ തരാം. എത്ര തരും? എന്തു തരണം? കിട്ടുന്നതിൽ പകുതി. അത് പറ്റില്ല. 25% തരാം. 1 ലക്ഷം കിട്ടിയാൽ 25,000. 1 കോടി കിട്ടിയാൽ 25 ലക്ഷം. നമ്മൾ ഒന്നിച്ചു നിന്നാലേ അത് വാങ്ങിച്ചെടുക്കാൻ പറ്റൂ. വിനയകുമാർ തള്ളവിരലിൻ്റെ നഖം കടിച്ചിരുന്ന് കുറെ ആലോചിച്ചു. വലിയ ഛേദമില്ലാത്ത സഹായം, നല്ല പ്രതിഫലം കിട്ടാൻ സാധ്യത, 2-4 ദിവസത്തെ അഭിനയം. അധ്യായം 4. ആറന്മുള ടൗണിൽ ബസ്സിറങ്ങിയപ്പോഴേ മഞ്ജിമയുടെ ഉടലിലൊരു കോരിത്തിരിപ്പ് നിറഞ്ഞു. ബാല്യകൗമാര സ്മരണകളുടെ കേദാരമാണ് ഈ നാട്. വിനയനോട് 100 വട്ടം അവളത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ തമ്മിൽ മാനസികമായി അകന്നു പോയെങ്കിലും വീണ്ടും അവൾ പറഞ്ഞു, ഇവിടുത്തെ കാറ്റേൽക്കുമ്പം എനിക്ക് കുളിരുകോരും. അവളുടെ അമ്മ വീടാണ് ആറന്മുളയിലുള്ളത്. ജീവിതത്തിലെ എല്ലാ അവധിക്കാലങ്ങളും അമ്മ വീട്ടിലാണ് കൊണ്ടാടിയിട്ടുള്ളത്. കാഞ്ഞിരവേലി പുഞ്ചയിലെ തറവാട്ടുമുറ്റത്ത് വീണലിയുന്ന പൂനിലാവും പുന്നലിൻ്റെ മണമുള്ള ഈറൻ കാറ്റും നാനാതരം കളികൾക്ക് വേദിയായ കൊയ്തിറങ്ങിയ വയലും കിളികളും പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പട്ടുടുത്തെത്തുന്ന പ്രഭാതങ്ങളും സന്ധ്യകളും ആറന്മുള വള്ളംകളിയും ഉത്സവങ്ങളും എല്ലാം ചേർന്ന് സൃഷ്ടിച്ച സ്വപ്നസദൃശമായ മായാലോകം ഇന്നും മനസ്സിൻ്റെ അടരുകളിൽ അതേപടി കിടപ്പുണ്ടെന്ന് മഞ്ജിമ ഓർത്തു. പ്രാചീന നാഗരികതയുടെ ഉറവിടം തേടി നടത്തുന്ന ഉത്ഖനനം പോലെ ഓർമ്മയുടെ ആ അടുക്കളയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഇന്നും അതിശയ വിസ്മയങ്ങൾ കണ്ട് കൺമിഴിച്ചു നിൽക്കുന്ന കൊച്ചുകുട്ടിയായി പോകും. ദൂരം കുറയുണ്ടോ? ഓട്ടോ പിടിക്കണമെന്നറിയാനാ? വിനയകുമാറിൻ്റെ ചോദ്യം ഏതോ അപരിചിതനിൽ നിന്ന് വന്ന പോലെ അവൾക്ക് തോന്നി. കുറച്ചേ ഉള്ളൂ, എന്നാലും ഓട്ടോ പിടിച്ചു തന്നെ പോകാം. എന്നാ വിളിച്ചോ, നിനക്ക് പരിചയമുള്ള നാടല്ലേ? ഓട്ടോ സ്റ്റാൻഡിന് നേർക്ക് 2 പേരും നടന്നു. 2 പേരുടെ കയ്യിലുമുണ്ട് ഓരോ ബാഗ്. ജോലിയില്ലായിരുന്നെന്ന് പറയല്ലേ, ലീവ് എടുത്തോണ്ട് പോന്നെന്നേ പറയാവൂ. ഓട്ടോ സ്റ്റാൻഡിലെത്തും മുമ്പ് മഞ്ജിമ ഓർമ്മിപ്പിച്ചു, നമ്മൾ തമ്മിലുള്ള വഴക്കും വക്കാണും ഒക്കെ അവിടെ ചെല്ലുമ്പോൾ പാടെ മറന്നേക്കണം. ഒരു 90-96 വയസ്സ് വരെ നമ്മൾ ഇണ പിരിയാതെ ജീവിക്കുമെന്ന് അവർക്ക് തോന്നണം. അത്രയും പോരെ? വിനയകുമാർ ചോദിച്ചു. അതിലെ പരിഹാസം മഞ്ജിമയ്ക്ക് മനസ്സിലായി. അങ്ങനെ ജീവിക്കുന്നവരുമുണ്ട്. അങ്ങനത്തെ ഒരു ജോഡിയാ മുത്തശ്ശിയും മുത്തച്ഛനും. പരിചയമില്ലാത്ത ഒരു ഓട്ടോറിക്ഷയാണ് മഞ്ജിമ വിളിച്ചത്. ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു അത്. 5 മിനിറ്റ് പോലും എടുത്തില്ല. ഓട്ടോറിക്ഷ തറവാട്ടുമുറ്റത്തെത്തി. വിനയകുമാറും മഞ്ജിമയും ഇറങ്ങി. വിനയകുമാർ ഓട്ടോ ചാർജ് കൊടുക്കുന്നതിനിടയിൽ മുത്തശ്ശിയാണ് ആദ്യം മുറ്റത്തേക്ക് വന്നത്. അവരുടെ കുഴിയിലാണ്ട കണ്ണുകൾ അതിശയം കൊണ്ട് വികസിച്ചു. മഞ്ജിമയെ അടിമുടിയൊന്ന് നോക്കിയിട്ട് മുത്തശ്ശി ഇരുകൈയും വിടർത്തി. അതിനുള്ളിലേക്ക് അണഞ്ഞ് മുത്തശ്ശിയുടെ ആശ്ലേഷത്തിൽ നിൽക്കെ മഞ്ജിമയ്ക്ക് പൊട്ടിക്കരയണമെന്ന് തോന്നി. ചെറിയ കുട്ടിയാണ് താൻ. നാട്ടിൻപുറത്തെ വരമ്പു വഴികളിലൂടെ സൈക്കിൾ ചവിട്ടി വഴിതെറ്റിപ്പോയിട്ട് എങ്ങനെയോ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി മുത്തശ്ശി ശകാരിക്കണം. അടുത്തിരുത്തി ഭക്ഷണം വിളമ്പിത്തരണം. കാൽമുട്ടിലേക്ക് തലയെടുത്തു വെച്ച് മുടി ചീകി ഈരും പേനും പെറുക്കണം. തല തണക്കെ എണ്ണ തേച്ച് താളിപ്പൊടിയും തന്ന് കുളപ്പുരയിലേക്ക് ഉന്തിത്തള്ളി വിടണം. രാത്രി കാഞ്ഞിരവേലി പുഞ്ചയിൽ നിന്ന് വീശി വരുന്ന കാറ്റേറ്റ്
തൊട്ടുരുമ്മിയിരുന്ന് തീരാ കഥകൾ പറയണം. നീ എന്ത് കോലായി മോളെ, മാധവൻ വന്നപ്പോൾ പറഞ്ഞു എല്ലാം. മുത്തശ്ശി അവളുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തുമ്പോഴേക്കും അവരുടെ കൈവെള്ളയിലേക്ക് ഏതാനും ചൂട് കണ്ണുനീർ തുള്ളികൾ വീണു. പക്ഷേ മുഖത്ത് കരച്ചിലൊന്നുമില്ല. എല്ലാം അടക്കി പിടിച്ചുകൊണ്ടുള്ള പുഞ്ചിരിയാണ്. വിനയകുമാർ മുറ്റത്ത് അങ്ങിങ്ങ് നടന്ന് പരിസരം കാണുകയായിരുന്നു. മഞ്ജുമ വർണ്ണിച്ചു കേൾപ്പിച്ചത്രയും നിറവും മണവും ഭംഗിയുമൊന്നുമില്ലെന്ന് തോന്നി അയാൾക്ക്. കൃഷിയിറക്കാതെ പുല്ലുകൊണ്ട് മൂടിയ പാടശേഖരം, കാട്ടുവള്ളികളും കുറ്റിച്ചെടികളും കൊണ്ട് മൂടിയ ഒരു തോട്, അങ്ങിങ്ങ് ചില വീടുകൾ. തറവാട് തന്നെ പഴക്കം കൊണ്ട് അല്പം മുഷിഞ്ഞിട്ടാണ്. വീടിൻ്റെ തെക്ക് ഭാഗത്തെ പുരയിടത്തിൽ നിന്ന് താടിയും മുടിയും നരച്ച ഒരു വൃദ്ധൻ നടക്കല്ല് കയറി വരുന്നുണ്ടായിരുന്നു. വിനയകുമാറിനെ കണ്ട് വൃദ്ധൻ കണ്ണിന് മീതെ കൈപ്പടം കൊണ്ട് വെയിൽ മറച്ച് സൂക്ഷിച്ചു നോക്കി. എനിക്കങ്ങോട്ട് മനസ്സിലായില്ലെന്ന്. മഞ്ജുമോളുടെ? ഓ അതെ. നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. എന്നിട്ട് ഞാൻ ഊഹിച്ചു. മാധവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നിങ്ങൾ വന്നേക്കുമെന്ന്. മഞ്ജുവിൻ്റെ മുത്തച്ഛനാ അല്ലേ? അതെ. അവളുണ്ടാവുമല്ലോ ഇല്ലേ? ഉണ്ട്. മുത്തശ്ശി വിളിച്ചോണ്ട് പോയി. താൻ അവിടെ നിൽക്കാണ്ട് കയറി വാടോ. ഇങ്ങോട്ട് തന്നെയല്ലേ വന്നത്? അതോ വേറെ എവിടെയെങ്കിലും പോകാനുണ്ടോ? ഇല്ല. എന്നാ വന്നോളൂ. മനസ്സും ബുദ്ധിയും തെളിഞ്ഞതാണെന്ന് വെച്ചാൽ ഒരിടത്ത് മറച്ചു നിൽക്കണ്ട. അതല്ല, എന്നോട് എല്ലാവർക്കും ഭയങ്കര ശത്രുതയായിരുന്നല്ലോ. കൊല്ലാൻ വരെ ശ്രമിച്ചതല്ലേ? ആ ഒരു അങ്കലാപ്പ് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഇവിടെ ആരും തന്നെ ഒന്നും ചെയ്യൂല. അതിനുവേണ്ടി വിളിച്ചു വരുത്തിയതുമല്ല. തന്നെ ഞാൻ ശരിക്കൊന്ന് കാണട്ടെ. വൃദ്ധൻ വിനയകുമാറിനെ പിടിച്ചു നിർത്തിയിട്ട് അടിമുടി നോക്കി. എന്നിട്ടും തൃപ്തി പോരാഞ്ഞ് കണ്ണട എടുത്തു വെച്ച് വീണ്ടും നോക്കി. ഒരു കണക്കിൽ അവളെ കുറ്റം പറയാനില്ല. കാഴ്ചയ്ക്ക് യോഗ്യന. ഇന്നത്തെ കാലത്ത് അത്രയും മതിയായിരിക്കും. പക്ഷേ മക്കളെ വളർത്തിക്കൊണ്ടു വരുന്നവർക്ക് ഓരോരോ കണക്കുകൂട്ടലൊക്കെ കാണുമല്ലോ. മക്കൾ നശിച്ചു പോകണമെന്ന് വിചാരിച്ചിട്ടല്ല, അതൊന്നും നന്മ വിചാരിച്ചിട്ടാ. അത് ശരിയാ. അച്ഛനമ്മമാര് ഒരുപാട് സ്നേഹത്തിൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു പെങ്കൊച്ചിനെയാ നീ ഒരു രാത്രി മോട്ടിച്ചോണ്ടു പോയത്. അവരുടെ സകല സമ്പത്തും കൊള്ളയടിച്ചാലും അവർക്കിത്രയും വിഷമം തോന്നൂല. അവർ നോക്കുമ്പം ഏത് നിലയിലെത്തേണ്ട പെങ്കൊച്ച അവള്. തന്നെ കുറ്റപ്പെടുത്തുകയാണോ? അതിനാണോ വിളിച്ചു വരുത്തിയത്? വിനയകുമാറിന് അല്പമൊന്നും മുഷിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ അതുകൊണ്ടാ അവർ നിന്റെ അടുത്ത് അത്രയും പിണങ്ങിയത്. നമ്മളെ എല്ലാ വശവും കാണണ്ടേ? അതൊക്കെ കഴിഞ്ഞു പോയില്ലേ മുത്തച്ഛ? പറഞ്ഞേ ഉള്ളൂ. ഒന്നും മനസ്സിൽ വെച്ചോണ്ട് പറയുന്നതല്ല. നീ ഇപ്പം അവളുടെ ഭർത്താവാ. ഞങ്ങൾ അങ്ങനെ കാണുന്നേ. മാധവമാമ ഇല്ലേ ഇവിടെ? അവൻ മരുന്നുകടയിലാ. മെഡിക്കൽ ഷോപ്പെന്നും പറയാം. ഇംഗ്ലീഷ് മരുന്നില്ലാത്തതുകൊണ്ട് മരുന്നുകട എന്നാ ഞാൻ പറയാറ്. ആയുർവേദ ഔഷധങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ അടുത്ത് മഞ്ജു പറഞ്ഞിട്ടുണ്ട് മുത്തച്ഛന് മെഡിക്കൽ ഷോപ്പുണ്ടെന്ന്. ഒക്കെ നിർത്തണമെന്ന് വിചാരിച്ചിരിക്കുക. എനിക്ക് വയ്യാണ്ടായി. കടയിൽ പോയി പകലന്തിയോളം ഇരിക്കാൻ പറ്റില്ല. മാധവൻ ഇക്കൊല്ലം മുതൽ സ്കൂളിലെ ഹെഡ്മാഷാ. അവനെവിടെ സമയം? പിന്നെ ഞാൻ നിർബന്ധിച്ച വല്ലപ്പോഴും കടയിൽ പോയിരിക്കും. ഒരാളെ വെച്ചിട്ടുണ്ട് ശമ്പളം കൊടുത്ത്. താനിങ്ങോട്ടിരിക്കടോ. ഇത് തൻ്റെ വീട് പോലെ തന്നെ കരുതിക്കോളൂ. ഞങ്ങളുടെ മഞ്ജു മോളുടെ ആളല്ലേ. അതിലും കുറച്ച് ഞങ്ങൾ തന്നെ കാണുന്നില്ല. ബാഗ് താഴെ വെച്ച് വിനയകുമാർ ഇരുന്നു. അപ്പോഴേക്കും മുത്തശ്ശി ചായ കൊണ്ടുവന്നു. അത് വിനയകുമാറിന് കൊടുത്തു. മധുരവും കടുപ്പും ഒന്നും നിശ്ചയില്ല. പോരാന്നുണ്ടെങ്കിൽ വേറെ ചായ എടുക്കാം. അവൾക്കറിയില്ലേ? മുത്തച്ഛൻ ചോദിച്ചു. മുത്തശ്ശി അതിനുത്തരം പറഞ്ഞില്ല. വിനയൻ ചായ രുചിച്ചിട്ട് നന്നെന്ന് പറയുകയും ചെയ്തു. മുത്തശ്ശി പോയി കഴിഞ്ഞപ്പോൾ മുത്തച്ഛൻ അയാളോട് ചോദിച്ചു, എൻ്റെ പേരറിയോ? അറിയാം, ശ്രീധരക്കുറുപ്പ്. മുത്തശ്ശി പത്മാവതി അമ്മ. എല്ലാം പറഞ്ഞിട്ടുണ്ട് മഞ്ജു. ഈ പുഞ്ചപ്പാടവും അതിനക്കരെ കാണുന്ന കരഭൂമിയുമൊക്കെ എൻ്റെയായിരുന്നു. മക്കൾക്ക് പങ്കിട്ടു കൊടുത്തു. 2 പേര് വിറ്റിട്ട് വേറെ ദേശത്ത് പോയി. മാധവൻ വേറെ വീട് വെച്ച് ഭാര്യയും മക്കളുമൊക്കെ ആയിട്ട് കഴിയണം. എല്ലാം ഒന്നറിഞ്ഞിരുന്നോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു തരികയാ. സ്വന്തം വീട്ടിൽ പോകാറുണ്ടോ? ഇല്ല, കുറേ നാളായി. ആൾക്കാരൊക്കെ ഇല്ലേ? എല്ലാവരും ഉണ്ട്. ഞാൻ മഞ്ജുമ്മയും കൊണ്ട് പോയപ്പോൾ എൻ്റെ വീട്ടുകാർ കുറച്ച് ബുദ്ധിമുട്ടി. അച്ഛനും ഏട്ടനുമൊക്കെ പോലീസിൻ്റെ തല്ലുകൊള്ളേണ്ടി വന്നു. ലോക്കപ്പിലും കിടന്നു. അതിൻ്റെ ദേഷ്യമൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇത്രയും വില കൊടുക്കേണ്ടായിരുന്നെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കുറച്ചധികമായി പോയി. പലരും വിഷമിച്ചു. വേറെ ചിലർക്ക് അപമാനം. ഞാനും കുറേ അനുഭവിച്ചു. ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം കൊണ്ട് മാത്രമാ. ഒരാവേശത്തിൽ ചെയ്തു പോയതാ. വിനയകുമാർ കുറ്റമേൽക്കും പോലെ പറഞ്ഞു. ബന്ധങ്ങൾ ഉലഞ്ഞു പോയില്ലേടോ. മഞ്ജുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂടപ്പിറപ്പുകൾക്കും ഇനി അവളെ വേണ്ട. സന്തോഷത്തോടെയല്ല വേണ്ടെന്ന് വെക്കുന്നേ. ഉള്ളു നീർക്കൊണ്ട. അതിനെയെല്ലാം ചെറുതാക്കണമെങ്കിൽ നിങ്ങൾ വലുതാകണം.
ചേരേണ്ടത് ചേരേണ്ടിടത്ത് ചേർന്നുവെന്ന് ആളുകളെ കൊണ്ട് പറയിക്കണം. ഒരു രാജ്യം വെട്ടിപ്പിടിച്ച പോലെ തോന്നിപ്പിക്കണം. അതിന് സാധിച്ചോ? വിനയകുമാറിന് ഒന്നും പറയാനില്ല. മ്യൂച്വൽ ഡിവോഴ്സ് സ്യൂട്ട് ഫയൽ ചെയ്തിട്ട് വന്നയാളോടാണ് ചോദ്യം. എന്തൊരു വിരോധാഭാസമാണിതെന്ന് വിനയൻ ഓർത്തു. അധ്യായം 5. നല്ല പുത്തരിച്ചോറ്, തേങ്ങ ചുട്ടരച്ച ചമ്മന്തി, മുരിങ്ങയില തോരൻ, സാമ്പാർ, അവിയൽ, രസം, മുളക് വറുത്തത്, തൈര്, കണ്ണിമാങ്ങ അച്ചാർ, ഇത്രയുമായിരുന്നു ഊണിൻ്റെ കറിക്കൂട്ടുകൾ. എന്നിട്ടും ഊണ് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടതുപോലെ തോന്നി വിനയകുമാറിന്. ജോലിക്കാരി വന്നിട്ടുണ്ടെങ്കിൽ ഊണ് കുറെ കൂടി നന്നാക്കാമായിരുന്നു. അവൾ ഒന്നരാടം ദിവസം വരാറ്. പത്മാവതി അമ്മ ചെറിയൊരു കുണ്ഠിതത്തോടെ പറഞ്ഞു. ഞങ്ങൾക്കിത് സദ്യയാ, വിനയകുമാർ അഭിപ്രായപ്പെട്ടു. എന്നിട്ട് ഐക്യദാർഢ്യത്തിനായി മഞ്ജുമയെ നോക്കി. അല്ലേ മഞ്ജു? മുത്തശ്ശി ഇവിടുത്തെ കാര്യമാണ് പറഞ്ഞത്. ഇവിടുത്തെ സദ്യയൊന്നുമല്ല. സെർവൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ മുത്തശ്ശി സദ്യ ഉണ്ടാക്കിയേനെ. മീനോ ഇറച്ചിയോ ഇല്ലാതെ ചോറ് കഴിക്കാത്ത ആളാ പറയുന്നേ ഇത് സദ്യയാണെന്ന്. മഞ്ജുമ്മ വിനയനെ ചെറുതായൊന്ന് കളിയാക്കി. ഊണിന് ശേഷം പാത്രങ്ങൾ ഊണുമേശയിൽ നിന്നും പെറുക്കിക്കൊണ്ടു പോകാൻ മുത്തശ്ശിയെ മഞ്ജുമ്മ സഹായിച്ചു. എല്ലാം കൂടി ഒരു സിങ്ക് നിറയെ ഉണ്ട്. മഞ്ജുമ്മ വാഷ് ബേസിനിൽ വായും മുഖവും കഴുകിയ ശേഷം മൊബൈൽ ഫോൺ കയ്യിലെടുത്തു. പത്മാവതി അമ്മ ടാപ്പ് അല്പം തുറന്നു വെച്ച് എച്ചിൽ പാത്രങ്ങൾ കഴുകാൻ തുടങ്ങി. പെട്ടെന്ന് ബോധോദയമുണ്ടായതുപോലെ മഞ്ജുമ്മ എഴുന്നേറ്റ് ചെന്നു. മുത്തശ്ശി, ഞാൻ കഴുകാം. അവൾ സ്ക്രബ്ബറും പ്ലേറ്റും പിടിച്ചു വാങ്ങി. മഞ്ജുമ്മ 2 പ്ലേറ്റുകൾ കഴിയപ്പോഴേക്കും മുത്തശ്ശി സ്ക്രബ്ബർ തിരികെ വാങ്ങി. ഇത് ഞാൻ ചെയ്തോളാം മോളെ. അപ്പോൾ ഞാനെന്താ ചെയ്യണ്ടേ? ഊണുമേശ ഒന്ന് വൃത്തിയാക്കിക്കോ. ശരിയെന്ന് പറഞ്ഞ് മഞ്ജുമ്മ കിച്ചൺ സ്ലാബിൽ കിടന്ന ഒരു ചെറിയ ടവലും എടുത്ത് ഊണുമേശയ്ക്കടുത്തേക്ക് പോയി. പത്മാവതി അമ്മ പാത്രങ്ങൾ കഴുകി തീർത്ത് ചെന്നു നോക്കുമ്പോൾ മഞ്ജുമ്മ മൊബൈലിലാണ്. ഊണുമേശ തുടച്ചിട്ടുണ്ട്. ഊണുമേശയിലെ എച്ചിലെല്ലാം തൂത്ത് താഴെയിട്ടിരിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ അഴുക്കൊന്നുമില്ലെങ്കിലും കറികൾ വീണതിൻ്റെ പാടുകൾ മേശമേൽ അവ്യക്തമായി കാണാനുണ്ട്. പത്മാവതിയമ്മ ചൂൽ കൊണ്ടുവന്ന് തറ തൂക്കുന്നത് കണ്ട് മഞ്ജുമ്മ കസേരയിൽ നിന്നും എഴുന്നേറ്റു. തറ തൂക്കണമായിരുന്നോ? ഞാൻ ഓർത്തില്ല. തറ തൂത്ത ശേഷം പത്മാവതിയമ്മ ടവൽ നനച്ച് ഊണുമേശ തുടച്ചു. സോപ്പും ഡെറ്റോളും അടങ്ങിയ മിശ്രിതം തളിച്ചിട്ട് ഒന്നുകൂടി തുടച്ചു. മഞ്ജുമ്മയുടെ ഫോണിൽ നിന്ന് ഇടയ്ക്കിടെ ചൂളമടിക്കുന്നതിൻ്റെയും വീണക്കമ്പി പൊട്ടുന്നതിൻ്റെയും ശബ്ദം കേട്ട് പത്മാവതിയമ്മ ചോദിച്ചു. അതെന്താ മോളെ, ആരെങ്കിലും വിളിക്കുന്നതാണോ? അതെല്ലാം നോട്ടിഫിക്കേഷൻ സൗണ്ട്സാ മുത്തശ്ശി. പിന്നെ മെസ്സേജ് അലേർട്ട്, ഫേസ്ബുക്ക് റിക്വസ്റ്റ്, വാട്സപ്പ്, അതൊക്കെയാ. ഇവിടെ ഒരു മൊബൈലുള്ളത് വിളിക്കാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. മാധവൻ്റെ പിള്ളേരുടെ കയ്യിൽ ചിലപ്പോൾ കാണാം ഇത്ര സാധനവും ഈ മാതിരി ശബ്ദവും. ഇതിപ്പോൾ എല്ലാവരുടെയും കയ്യിലുണ്ട് മുത്തശ്ശി. ഇപ്പോൾ ഇത് വിളിക്കാൻ മാത്രമല്ല, രസിക്കാനും കൂടി വേണ്ടിയുള്ളതാ. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നോക്കണം. എന്തെല്ലാം തമാശകളാണെന്ന് അറിയോ? ട്രോൾ ഫലിതങ്ങൾ, കാർട്ടൂണുകൾ, ഓരോരോ കമൻറ്റ്സ്, ചില മണ്ടന്മാരുടെ ഫോൺ റെക്കോർഡ്, പാട്ടുകൾ, സ്കിറ്റുകൾ, സിനിമ, കോമഡി പ്രോഗ്രാംസ്, ഡാൻസ് പ്രോഗ്രാംസ്, മാജിക് ഷോകൾ, സ്റ്റോറീസ്, റിയൽ വീഡിയോ ക്ലിപ്പിംഗ്സ്, ആക്സിഡൻറ്റ്സ്, ഭൂകമ്പം, വെള്ളപ്പൊക്കം, സുനാമി പോലുള്ള ഭീകര ദുരന്തങ്ങൾ, ഹെൽത്ത് ടിപ്സ്, പാചകം, കലാകായിക മത്സരങ്ങൾ, ഫുട്ബോൾ, ക്രിക്കറ്റ് ന്യൂസ്, അങ്ങനെ എന്തെല്ലാം. പണ്ട് ഉണ്ണിക്കണ്ണൻ കാണിച്ചു കൊടുത്ത പോലെ 7-14 ലോകവും കാണാമല്ലോ. മുത്തശ്ശി ചിരിച്ചു. എന്ത് രസമാണെന്നറിയോ? സമയം പോണത് അറിയേയില്ല. സമയം പോകുന്നത് അറിയണ്ടേ മോളെ? ഇങ്ങനത്തെ ചില കളിക്കോപ്പുകൾ കയ്യിൽ വെച്ച് തന്ന് നിന്നെ പറ്റിച്ചിട്ട് സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. നീ അത് അറിയുന്നേയില്ല. നിന്റെ വിചാരം നീ രസിച്ചിരിക്കുകയാണെന്ന്. അല്ല മുത്തശ്ശി, വെറുതെ ഇരിക്കുമ്പം ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ? എന്തെങ്കിലും വിനോദം. ഈ വിനോദത്തിന് ഒരു ദിവസം എത്ര സമയമെടുക്കും? അങ്ങനെ സമയമൊന്നും നോക്കിയിട്ടില്ല. വിനോദത്തിനു വേണ്ടി ഒരാൾ ഒരു ദിവസം 2-3 മണിക്കൂറേ ചെലവാക്കാവൂ. അതിൽ കൂടുതലായ ദൂർത്തായി പോകും. മഞ്ജുമ്മ ഒന്ന് മനക്കണക്ക് കൂട്ടി. 2-3 മണിക്കൂർ. രാവിലെ മുതൽ ഉച്ച വരെയും, ഉച്ച മുതൽ സന്ധ്യ വരെയും, സന്ധ്യ മുതൽ അർദ്ധരാത്രി വരെയും ഇതിൽ നോക്കിയിരുന്നിട്ടുണ്ട്. വേറൊന്നും ചെയ്യാനില്ലത്തപ്പോൾ. മഞ്ജുമ്മയുടെ സ്വരം താണോ? ഇത് കയ്യിലുള്ളപ്പോൾ വേറൊന്നും ചെയ്യാൻ കാണില്ല. അതല്ലേ സത്യം. എല്ലാം മാറ്റിവെക്കും. പിന്നെയാകട്ടെ സമയമുണ്ടല്ലോ. എനിക്ക് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാ. പിന്നെ ഇതിന്ന് ചിലതൊക്കെ പഠിക്കാനുമുണ്ട്. ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ വ്യായാമം ചെയ്യണം, താരനും മുടി കൊഴിച്ചിലും എങ്ങനെ ഇല്ലാതാക്കാം, കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം, അച്ഛനമ്മമാരെ എങ്ങനെ പരിഗണിക്കണം, ഭർത്താവ് ഭാര്യയോട് എങ്ങനെ പെരുമാറണം. ഇങ്ങനെ നമുക്ക് ഗുണമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അടുക്കളത്തോട്ടം, ഇൻറ്റീരിയർ ഡെക്കറേഷൻ, തയ്യൽ, ഗാർഡനിങ്. നിനക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയിട്ടുണ്ടോ? ഒരെണ്ണം പറ.
നിന്റെ മുടി കൊഴിയുന്നുണ്ടോ? ഉണ്ട്. അത് ക്ലോറിൻ കലർന്ന വെള്ളത്തിൽ കുളിച്ചിട്ടാ. താരനുണ്ടോ? ഉണ്ട് അല്ലേ? മഞ്ജിമ മിണ്ടിയില്ല. അച്ഛനും അമ്മയ്ക്കും നീ ഒരു കത്തയച്ചോ ക്ഷമ പറഞ്ഞുകൊണ്ട്? കഴിഞ്ഞ 1.5 വർഷത്തിനിടയ്ക്ക്? ഇല്ല. ഭർത്താവ് ഭാര്യയോടെങ്ങനെ പെരുമാറണമെന്നുള്ളത് നീ കാണാപ്പാഠം പഠിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. ഭാര്യ ഭർത്താവിനോടെങ്ങനെ പെരുമാറണം എന്നുള്ളതും ഇതിൽ കാണുമല്ലോ. അതിലൊന്നെങ്കിലും നീ ഓർമ്മയിൽ വച്ചിട്ടുണ്ടോ? അടുക്കളത്തോട്ടവും ഗാർഡനും ഒന്നും വേണ്ട. നീ ഒരു ജനാലക്കട്ടൻ തയ്ച്ചിട്ടുണ്ടോ? ഒരു തലയണ കവറ്? മഞ്ജിമയ്ക്ക് ഒന്നും പറയാനില്ല. ഞാൻ കുറ്റം പറഞ്ഞതല്ല മോളെ. നിനക്ക് ചെയ്യാനുള്ള മനസ്സുണ്ട്. ഇതെല്ലാം ഒന്ന് കണ്ടു തീർത്തിട്ട് വേണം ചെയ്യാൻ എന്ന് വിചാരിച്ചിരിക്കുകയാണ് നീ. പക്ഷേ ഇത് കണ്ടു തീർക്കാൻ പറ്റുമോ? ഇതിനൊരവസാനമുണ്ടോ? തൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ തൻ്റെ ജീവിതം കരണ്ടു തീർക്കുന്ന ഒരെലിയാണെന്ന് ഇപ്പോൾ മഞ്ജിമയ്ക്ക് തോന്നി. നീ അവനെ എങ്ങനെയാ വിളിക്കുക? മുത്തശ്ശി ചോദിച്ചു. വിനയൻ എന്ന് പറയാൻ അവൾ മടിച്ചു. വിനയേട്ടാന്ന്. അങ്ങനെ ഒരു തവണ പോലും നീ അവനെ വിളിക്കണത് കേട്ടില്ലല്ലോ. ഇല്ലേ? നേരിട്ടങ്ങനെ വിളിക്കാനുള്ള അവസരം വന്നില്ലായിരിക്കും. ഊണും മേശമേൽ ഒന്നിച്ചുണ്ടായിരുന്നതല്ലേ? അപ്പോഴൊന്നും വിളിച്ചില്ല. ഭർത്തൃഭക്തിയാണെങ്കിൽ എപ്പോഴും നാവിൽ വരും ആ പേര്. വിനയേട്ടാന്നാണ് വിളിക്കുന്നതെങ്കിൽ ആ വിളിയിൽ ഭർത്തൃഭക്തി തിരിച്ചറിയാനും പറ്റും. ഭർത്തൃഭക്തി എന്നൊക്കെ പറയണത് പഴഞ്ചൻ സമ്പ്രദായമല്ലേ മുത്തശ്ശി? ഇപ്പോൾ ആണും പെണ്ണും തുല്യരല്ലേ? നീതി കിട്ടാൻ വേണ്ടി മാത്രമേ ആകാവൂ തുല്യത. അല്ലാതെ നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷിവർഗമായാലും ജന്തുവർഗമായാലും പുരുഷന് തന്നെയാ മേൽക്കോയ്മ. ഒരിത്തിരി വിധേയത്വം പെണ്ണിന് വേണം മോളെ. അതൊക്കെയുണ്ട് മുത്തശ്ശി. വിനയന് കൊടുക്കാൻ ചായ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. നിനക്കവൻ്റെ രുചി അറിഞ്ഞുകൂടാ. എത്ര കടുപ്പം, എത്ര മധുരം വേണം നിനക്കറിയില്ല. അയ്യോ, വിനയേട്ടന് അങ്ങനൊരു നിർബന്ധശീലമില്ല. മനുഷ്യർക്കും മൃഗങ്ങൾക്കുമെല്ലാം രുചിഭേദങ്ങളുണ്ട്. നീ ഏത് ചായ കൊടുത്താലും അവൻ കുടിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിനക്ക് ആളറിഞ്ഞു കൊടുക്കാൻ അറിയാമെന്നല്ല, അവന് എന്തും സ്വീകരിക്കാൻ അറിയാമെന്ന. അങ്ങനെയൊക്കെ നോക്കുമോ ആരെങ്കിലും? ചായ ഞാൻ കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ നീ പറഞ്ഞു മുത്തശ്ശി തന്നെ കൊടുത്തോളാൻ. എൻ്റെ ഭർത്താവാണെങ്കിൽ ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ കൊടുക്കും. അതാണ് എനിക്കും അദ്ദേഹത്തിന് സന്തോഷമെന്ന് ഞങ്ങൾക്കറിയാം. നിനക്കറിയില്ല എന്ന് തോന്നണ. ഈ മുത്തശ്ശി തൻ്റെ കുട്ടിക്കാലത്തെ മുത്തശ്ശിയല്ല. ഇവരെ വളരെ സൂക്ഷിക്കണം, സൂക്ഷ്മതയോടെ പെരുമാറണം. മഞ്ജിമ സ്വയം ജാഗ്രതാ നിർദ്ദേശം നൽകി. ഭർത്തൃഭക്തിയും വിധേയത്വവും ഇല്ലയെന്ന് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. നീ വിനയനെ ഒന്നും വിളമ്പിക്കൊടുത്തില്ല. ചോറ് വിളമ്പിയില്ല, കറി വിളമ്പിയില്ല. ഞാൻ വിളമ്പുന്നത് നോക്കി വെറുതെ നിന്നു. ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും അവൻ്റെ പ്ലേറ്റിൽ ചോറ് തീർന്നോ കറി തീർന്നോ എന്ന് നോക്കിയില്ല. വേണമെന്ന് ചോദിച്ചില്ല, വിളമ്പിക്കൊടുത്തില്ല. ടേബിളിലെല്ലാം ഉണ്ടായിരുന്നല്ലോ മുത്തശ്ശി. നിനക്ക് സേവന സന്നദ്ധത കുറവാണല്ലേ? പ്ലേറ്റുകളെല്ലാം സിങ്കിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ട് നീ മൊബൈൽ എടുക്കാൻ പോയി. അതെല്ലാം കഴുകാൻ ഞാനല്ലാതെ വേറൊരാൾ ഇവിടില്ലെന്ന് നീ ഓർത്തില്ല. അയ്യോ, ഞാൻ അപ്പോഴേ വന്ന് സഹായിച്ചല്ലോ. ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടല്ലേ? എന്നിട്ടും വൃത്തിയായിട്ട് ചെയ്തോ? നീ 2 പ്ലേറ്റ് കഴുകിയപ്പോഴേ എനിക്ക് മനസ്സിലായി വൃത്തിയിൽ ശ്രദ്ധയില്ലെന്ന്. അപ്പോൾ നീ ഊണുമേശ തുടയ്ക്കാൻ പോയി. അവിടെയും വൃത്തി കാണിച്ചില്ല. ചെയ്യുന്ന ജോലിയോട് സ്നേഹം വേണം, എങ്കിലേ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റൂ. എനിക്കിങ്ങനൊന്നും ചെയ്ത് ശീലമില്ലല്ലോ മുത്തശ്ശി. 1.5 വർഷമായിട്ട് നീയൊരു ഭാര്യയല്ലേ, കുടുംബിനിയല്ലേ, ഗൃഹനാഥയല്ലേ? നീ താമസിക്കുന്ന വീട് കണ്ടിട്ട് മാധവൻ വന്ന് പറഞ്ഞത് അതൊരു എലിമാളമാണെന്നാ. സാമ്പത്തിക ഞെരുക്കം കൊണ്ട് ഞങ്ങൾക്ക് കുറേ ഇല്ലായ്മകളൊക്കെ ഉണ്ടായിരുന്നു. മനസ്സിൽ വെളിച്ചമുണ്ടെങ്കിൽ വീട്ടിനുള്ളിലും ഉമ്മറത്തും ആ വെളിച്ചം കാണാം. എത്ര ഇല്ലായ്മയുണ്ടെങ്കിലും മുത്തശ്ശിയുടെ മുന്നിൽ താൻ തോറ്റുകൊണ്ടിരിക്കുകയാണെന്ന് മഞ്ജിമയ്ക്ക് ബോധ്യമായി. അധ്യായം 6. 15 മിനിറ്റിനുള്ളിൽ വിനയകുമാറും മഞ്ജിമയും തിരിച്ചെത്തുന്നത് കണ്ട് ശ്രീധരക്കുറുപ്പ് അർത്ഥഗർഭമായി ഭാര്യയെ നോക്കി. പത്മാവതി അമ്മ അനേകം അർത്ഥവിന്യാസങ്ങളോടെ തലയാട്ടുകയും ചെയ്തു. എല്ലായിടവും വിസ്തരിച്ചു കണ്ടോ? ശ്രീധരക്കുറുപ്പ് വിനയനോട് ചോദിച്ചു. കണ്ടു. നല്ല രസം കാണാൻ. വലിയ പുരയിടം, പാടം, തോട്, വരമ്പ്. കാഞ്ഞിരവേലിപ്പുഞ്ചയുടെ ഗ്രാമഭംഗി കാട്ടിക്കൊടുക്കാൻ മഞ്ജിമയോടൊപ്പം ശ്രീധരക്കുറുപ്പാണ് വിനയനെ അയച്ചത്. ഇത്ര പെട്ടെന്ന് എല്ലാം കണ്ടോ? വിനയകുമാർ ശിരസനക്കി. നമുക്ക് ക്ഷേത്രത്തിനടുത്ത് വരെ ഒന്ന് പോകാം. കടയും കാണാമല്ലോ. മാധവൻ കടയിലുണ്ട്. വിനയകുമാർ ശരിയെന്ന് മൂളി. മാധവൻ്റെ വീട്ടിലും ഒന്ന് കയറണേ. അവരാരും വിനയനെ കണ്ടിട്ടില്ലല്ലോ. പത്മാവതിയമ്മ ഓർമ്മിപ്പിച്ചു. വീതി കൂടിയ നടവരമ്പാണ് റോഡ്. പണ്ട് വരമ്പ് മാത്രമേയുള്ളൂ. നടക്കാം, സൈക്കിളിലും പോയി വരാം. ഇപ്പോഴല്ലേ കാറും ലോറിയും വരണ റോഡായതും ടാറിട്ടതും. ശ്രീധരക്കുറുപ്പ് പഴയ കാലത്തെക്കുറിച്ച് പറഞ്ഞു. കൊയ്ത്തും മെതിയും കളപ്പുരയും ഞാറ്റുവേലയും ഞാറുനടിയിലും കൊയ്ത്തുപാട്ടും
പാടത്ത് കാളപൂട്ടലും ഒക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ ആരും കൃഷി ചെയ്യത്തില്ല. ചെത്തുകാരൻ തെങ്ങിലേക്ക് കയറിപ്പോകുന്നത് കണ്ട് വിനയകുമാർ ചോദിച്ചു, ഇത് നമ്മുടെ പുരയിടത്തിലെ തെങ്ങാണോ? അതെ, മാധവൻ്റെ പുരയിട. താൻ കള്ളു കുടിക്കോ? അന്തിക്ക് നല്ല മധുരക്കള്ള് കിട്ടും. പറഞ്ഞാൽ അവനെടുത്ത് മാറ്റിവെക്കും. നാട്ടുംപുറത്തെ ഒരു രസല്ലേ മധുരക്കള്ള്. മറ്റവനെ കഴിക്കാറുണ്ടോ വീരഭദ്രൻ? ബ്രാൻഡി, വിസ്കി? ശ്രീധരക്കുറുപ്പിൻ്റെ ചോദ്യം കേട്ട് വിനയകുമാറിൻ്റെ ഉള്ളിൽ ചിരിയൂറി. വല്ലപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ. അതൊക്കെ വല്ലപ്പോഴുമേ ആകാവൂ. ആണ്ടിൽ 2-4 തവണ, അതിലപ്പുറം പോകരുത്. ശ്രീധരക്കുറുപ്പ് ഉപദേശിച്ചു. മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ മാറിയേ കിടക്കാവൂ. മദ്യം വിഷമാണെന്ന് അതിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ടല്ലോ. അത് നമ്മുടെ ശ്വാസത്തിൽ കലരുമ്പോൾ വിഷത്തിൻ്റെ നാറ്റം പുറത്തു വരും. മദ്യപിച്ചവൻ കിടന്നുറങ്ങിയ കിടക്കറയിൽ രാവിലെ കയറിയിട്ടുണ്ടോ? അതിനകത്ത് വായുവിനൊരു പുളിച്ച നാറ്റമുണ്ടായിരിക്കും. അത് സത്യമാണെന്ന് വിനയനോർത്തു. കൂടെ കിടക്കുന്ന ഭാര്യ രാത്രി മുഴുവൻ അത് സഹിക്കാമെന്ന് വെച്ചാൽ കഷ്ടമാണ്. കുടിച്ചു കൂർക്കം വലിച്ച് അന്തവും കുന്തവും ഇല്ലാതെ വിഷവായുവും ഉൽപ്പാദിപ്പിച്ച് കിടക്കുന്ന പുരുഷനെപ്പറ്റി ഒരു ഭാര്യയ്ക്കും അഭിമാനം തോന്നില്ല. അവളുടെ ബഹുമാനം കുറഞ്ഞു പോകും. താൻ അങ്ങനെ ചെയ്തു എന്നല്ല പറഞ്ഞത്, ചെയ്യരുതെന്ന. വിനയന് ഒരു ജാള്യം തോന്നി. വൈകുന്നേരം ജോലി കഴിഞ്ഞാൽ ആദ്യ ലക്ഷ്യം ചങ്ങാതിമാരെ കൂട്ടുപിടിച്ച് ഷെയറിട്ട് ഒരു കുപ്പി സംഘടിപ്പിക്കുക എന്നതാണ്. ആദ്യമൊക്കെ മഞ്ജിമ്മ മൗനാനുവാദം തന്നു. പിന്നെ എതിർത്തു, ഭീഷണിപ്പെടുത്തി, കരഞ്ഞു. ഒടുവിൽ തൻ്റെ ചങ്ങാതിമാരെ അവൾ വെറുത്തു. വീട്ടിൽ വെച്ച് മദ്യപാനം പാടില്ലെന്ന് വിലക്കി. കൂട്ടുകാരുടെ നിർബന്ധം കൊണ്ട് ഒരിക്കലും മദ്യപിക്കരുത്. കൂട്ടുകാരെ നിർബന്ധിച്ച് കുടിപ്പിക്കുകയും അരുത്. ശ്രീധരക്കുറുപ്പ് പറഞ്ഞു. കൂട്ടുകാരൊക്കെ വീട്ടുവളപ്പുമാരെ മാത്രമേയുള്ളൂ. വീണുപോയാൽ ആശുപത്രിയിലെത്തിക്കും. അവിടെ കിടക്കുമ്പോൾ കാണാൻ വരും. സുഖമായ തിരിച്ചു വീട്ടിലെത്തിക്കും. മരിച്ചുപോയ പന്തലിടാനും കസേര നിരത്താനും വരും. ശവദാഹം കഴിയുമ്പോൾ പിരിഞ്ഞു പോകും. അത്രയുള്ളൂ അവർ. എപ്പോഴും കൂടെയുണ്ടെന്ന് തോന്നിപ്പിക്കും. നട്ടലൊടിഞ്ഞു കിടന്ന തൻ്റെ മലവും മൂത്രവും എടുക്കാൻ കൂട്ടുകാർ വരില്ല. അവരുടെ ഭാര്യമാരും വരില്ല. സ്വന്തം ഭാര്യ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ടാ പറഞ്ഞത്, കൂട്ടുകാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഭാര്യയെ വെറുപ്പിക്കരുത്. അങ്ങനെയൊന്നുമില്ല മുത്തച്ഛ. ഞാനങ്ങനെ മദ്യപാനമൊന്നുമില്ല. ഉണ്ടെന്നല്ല പറഞ്ഞത്. മനുഷ്യൻ ഏറ്റവും നല്ല സ്വഭാവത്തോടെയും നല്ല മുഖത്തോടെയും ഇരിക്കുന്നത് മദ്യപിച്ചിരിക്കുമ്പോഴല്ല. വൈകിട്ട് ജോലി കഴിഞ്ഞ് എപ്പോഴാണ് വീട്ടിലെത്തുക? 8 മണി കഴിയും. വിനയകുമാർ 2 മണിക്കൂർ കുറച്ചാണ് പറഞ്ഞത്. അതുപോരാ, മഞ്ജു തനിച്ചല്ലേ. താൻ പോയി കഴിഞ്ഞാൽ താൻ വരുന്നത് കാത്തിരിക്കുകയല്ലാതെ ഗത്യന്തരമുണ്ടോ? പെണ്ണ് എപ്പോഴും അവളുടെ പുരുഷനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പുരുഷൻ വിരലിൽ എണ്ണാവുന്നത്ര തവണയെ ഓർക്കൂ. കാരണം അവന് 100 കൂട്ടം കാര്യങ്ങൾ ഓർക്കാനും ചെയ്യാനുമുണ്ട്. പിന്നെ തനിക്ക് ചെയ്യാവുന്ന ഒരു നീതി, കഴിയുന്നിടത്തോളം നേരത്തെ വീട്ടിലെത്തി അവൾക്ക് കൂട്ടായിരിക്കുക. എന്താ, സമ്പത്തും സൗഖ്യവും എല്ലാം ഉപേക്ഷിച്ച് തന്നെ മാത്രം വിശ്വസിച്ച് അവൾ ഇറങ്ങിപ്പോന്നത് എന്തുകൊണ്ടാ? താൻ അവളെ കൈവിടാതെ എപ്പോഴും ചേർത്ത് പിടിക്കും എന്ന് കരുതിയിട്ടില്ലേ? വിനയന് അല്പം അധൈര്യം തോന്നിത്തുടങ്ങി. നല്ല പെണ്ണ മഞ്ജു. അവൾ പഠിച്ച സ്കൂളിലും കോളേജിലും അവൾ താമസിച്ച നാട്ടിലും ഒരുപാട് ചെറുപ്പക്കാർ കൊതിച്ച പെണ്ണ്. അവൾ വല്ലപ്പോഴും മാത്രം വന്നുപോയ ഈ ആറന്മുളയിൽ പോലും അവളെ ആഗ്രഹിച്ചവരുണ്ട്. പക്ഷേ തനിക്കാ കിട്ടിയത്. താനത് നല്ല പോലെ മനസ്സിലാക്കിയിട്ടുണ്ടോ? തേച്ചു മിനുക്കി കൊണ്ടു നടക്കുന്നുണ്ടോ? തൻ്റെ കയ്യിൽ കിട്ടിയ ശേഷം അവൾക്ക് തിളക്കം കൂടിയോ അതോ കുറഞ്ഞോ? നല്ലപോലെ സൂക്ഷിക്കുന്നവൻ്റെ കയ്യിൽ പെണ്ണോ മണ്ണോ പൊന്നോ വണ്ടിയോ വള്ളമോ വലയോ എന്തു കിട്ടിയാലും അവൻ കാത്തു പരിപാലിക്കും. അല്ലാത്തവൻ ദുരുപയോഗം ചെയ്ത് നാമാവശേഷമാക്കി കളയും. താൻ അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, ആകരുതെന്നാണ്. വിനയകുമാറിന് സംശയമായി. എല്ലാം അറിഞ്ഞിട്ട് സംസാരിക്കുകയാണോ ഈ വൃദ്ധൻ? ചെറിയൊരു കുറ്റബോധം മനസ്സിലേക്ക് അരിച്ചു കിടന്നു തുടങ്ങുന്നു. നിങ്ങൾ പുരയിടം കാണാൻ പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങൾ 2 പേരും തൊട്ടുരുമിയല്ല നടന്നത്. തീരെ കുറച്ചേ സംസാരിച്ചുള്ളൂ. നീ പുൽനാമ്പ് നുള്ളി ചവച്ചു തുപ്പിക്കൊണ്ട് അലക്ഷ്യമായിട്ട് നടന്നു. ഒരിക്കൽ പോലും നീ അവളുടെ കൈ പിടിക്കുന്നത് ഞാൻ കണ്ടില്ല. അങ്ങനെയൊരു സ്പർശനം മാത്രം മതി. ഒരു വാക്കുപോലും പറയണ്ട. അവൾക്ക് മനസ്സിലാകും. സ്നേഹം കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചിരിക്കുകയാണെന്ന്. അവൾ നിന്റെ കയ്യിൽ സുരക്ഷിതയാണെന്ന്. അവളെ നീ ഒരിക്കലും കൈവിടില്ലെന്ന്. പക്ഷേ പരസ്പരം തൊടാതെയാ നിങ്ങൾ നടന്നത്. അത് പക്ഷേ കാഴ്ചകളൊക്കെ നോക്കി കാണുന്നതിനിടയിൽ അങ്ങനൊന്നും ചിന്തിച്ചില്ല. സ്നേഹിക്കണമെന്ന് ചിന്തിച്ചിട്ടാണോ സ്നേഹിക്കുന്നത്? പാത്രത്തിൽ വെള്ളം നിറയുമ്പോൾ അത് പുറത്തേക്ക് കവിയും. പാടത്തിനപ്പുറത്തെ കൈത്തോടിന് മീതെ നീ എളുപ്പത്തിൽ ചാടിക്കിടക്കുന്നത് ഞാൻ കണ്ടു. നീയൊന്ന് കൈ നീട്ടിയിരുന്നെങ്കിൽ അതിൽ പിടിച്ച് അവൾക്കും ചാടിക്കിടക്കാം. പക്ഷേ നീ കൈ കൊടുത്തില്ല. അവൾ നിന്റെ സഹായത്തിന് കൈ നീട്ടിയുമില്ല. ഈ പ്രായം ചെന്ന മനുഷ്യൻ
ഒരു സൂക്ഷ്മദർശിനിയും വെച്ച് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നോ എന്ന് വിനയകുമാർ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ പോയാൽ തൻ്റെയും മഞ്ജുവിൻ്റെയും തനിനിറം ഇദ്ദേഹം മനസ്സിലാക്കുക തന്നെ ചെയ്യും. അവൾക്കും തനിക്കും എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാതെ പോകുമോ? വിനയ, നിങ്ങൾ ആദ്യം വരികയാണല്ലോ ഇവിടെ. മഞ്ജു സന്തുഷ്ടയായിരുന്നെങ്കിൽ അവൾക്ക് ഈ തറവാടിനെപ്പറ്റിയും നാടിനെപ്പറ്റിയും തന്നോട് എന്തെല്ലാം പറയാനുണ്ട്. വാതോരാതെ എത്ര പറഞ്ഞാലും തീരാത്തത്രയും പറയാനുണ്ട്. ഒന്നും പറഞ്ഞില്ല അവൾ. ഒരു വഴിപാട് കഴിക്കണ പോലെ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പുരയിടവും പാടവും തോടും കണ്ട് തിരിച്ചു വന്നു. ഒരു തിടുക്കവുമില്ലായിരുന്നല്ലോ. എന്നിട്ടും അവൾ എല്ലാം എന്നോട് വളരെ മുൻപേ പറഞ്ഞിട്ടുണ്ട് മുത്തച്ഛ. അത് കേട്ട് വൃദ്ധൻ ചെറുനനെ ചിരിച്ചു. ഒരു പാളി തുറന്നു കിടന്ന ഗേറ്റ് ചൂണ്ടിക്കാട്ടി ശ്രീധരക്കുറുപ്പ് പറഞ്ഞു, മാധവന്റെ വീടാ, ഒന്ന് കയറിയിട്ട് പോകാം. കുറച്ച് ആഡംബരം തോന്നിക്കുന്ന വീട്. ശ്രീധരക്കുറുപ്പ് മാധവന്റെ ഭാര്യയെയും ഇളയ മകനെയും വിനയന് പരിചയപ്പെടുത്തി. അവിടുന്ന് കിട്ടിയ ചായ കുടിച്ചു. മാധവൻ മരുന്ന് കടയില. അങ്ങോട്ട് ചെന്ന അയാളെയും കാണാം. ശ്രീധരക്കുറുപ്പ് വിനയകുമാറിനെയും കൂട്ടി നടന്നു. ക്ഷേത്രത്തിന് സമീപമുള്ള ജംഗ്ഷനിലാണ് മെഡിക്കൽ ഷോപ്പ്. വിനയകുമാറിനെ കണ്ട ഉടനെ മാധവൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങിവന്ന് കൈ കൊടുത്ത് സ്വീകരിച്ചു. അവിടെ ഉണ്ടായിരുന്ന സ്നേഹിതർക്ക് വിനയനെ പരിചയപ്പെടുത്തി. എൻ്റെ പെങ്ങളുടെ മകളുടെ ഭർത്താവ് വിനയകുമാർ. മനസ്സിലായി. ഒരാൾ വിനയകുമാറിനെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇയാളല്ലേ ആ കുട്ടിയെ അടിച്ചുകൊണ്ട് പോയത്? പത്രത്തിലൊക്കെ വലിയ വാർത്തയായിരുന്നല്ലോ. പോലീസ്, കേസ്, കോടതി. മുത്തച്ഛനും മാധവ മാമയ്ക്കും കുറച്ചിലായെങ്കിലോ എന്നോർത്ത് വിനയന് തെല്ലൊരു ജാള്യം തോന്നി. താൻ പവലിയൻ കണ്ടിട്ടുണ്ടോ? വാ. ശ്രീധരക്കുറുപ്പ് വിനയനെ നദിക്കരയിലുള്ള പവലിയനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മരുന്ന് കടയിൽ ഒരാളെ ശമ്പളത്തിന് വച്ചിട്ടുണ്ട്. ഒരാഴ്ചത്തെ അവധിയെടുത്ത് പോയിരിക്കുക. അല്ലെങ്കിലും ഇനി അയാളെ കിട്ടില്ല. ദുബായിൽ അയാൾക്കൊരു ജോലി കിട്ടാൻ പോണത്രേ. 2 മാസത്തിനുള്ളിൽ പോകും. 15,000 രൂപ ശമ്പളം കൊടുത്താലും വിശ്വസിക്കാവുന്ന ഒരുത്തിനെ കിട്ടാനാ ബുദ്ധിമുട്ട്. മാധവനും താല്പര്യമില്ല. മാധവന്റെ മക്കൾക്കുമില്ല. മരുന്ന് കട പൂട്ടേണ്ടി വരുന്ന ലക്ഷണമ്മ കാണുന്നേ. ശ്രീധരക്കുറുപ്പ് പവലിയനിലിരുന്ന് വിനയനോട് വെളിപ്പെടുത്തി. പിന്നെ വള്ളംകളി നടക്കാറുള്ള ഭാഗം ചൂണ്ടിക്കാട്ടി അതേപ്പറ്റി വിസ്തരിച്ചു പറഞ്ഞു. തിരിച്ചു പോരുന്നതിനിടയിൽ ശ്രീധരക്കുറുപ്പിൽ നിന്ന് വിനയൻ പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം വന്നു. മഞ്ജുമോളുടെ കഴുത്തിലും കാതിലും ഒന്നുമില്ലല്ലോ വിനയ? എൻ്റെ അറിവിൽ 30 പവന്റെ സ്വർണത്തോളം അവളുടെ കൈവശമുണ്ടായിരുന്നു. അത്രയൊന്നുമില്ലായിരുന്നു. എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കുറെ പണയം വയ്ക്കേണ്ടി വന്നു. പിന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന ഞങ്ങൾ ജീവിതം തുടങ്ങിയത്. വീടില്ല, വീട്ടുപകരണങ്ങളില്ല, ജോലിയില്ല, വസ്ത്രങ്ങൾ വേണ്ടത്രയില്ല, ബൈക്കില്ല. അതിനൊക്കെ വേണ്ടിയും കുറച്ച് സ്വർണം പോയി. ഒരു നൂലുമാല പോലും ഇല്ലല്ലോ അവളുടെ കഴുത്തിൽ. ഒരു മുട്ടുകമ്മൽ, ഒരു കല്ല് മൂക്കുത്തി, കൊച്ചുമോതിരം. തൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞ് തന്നെ ആരോ നഗ്നനാക്കുകയാണെന്ന് വിനയന് തോന്നി. പണയങ്ങളൊക്കെ വീണ്ടെടുക്കാമെന്നാ വിചാരിച്ച്. അതിന് തക്കവിധം നല്ലൊരു ജോലി കിട്ടിയില്ല. വിനയ, ആദ്യം വിനയൻ ചോദിച്ചപ്പോഴൊക്കെ അവൾ സ്വർണം ഊരിത്തന്നത് സന്തോഷത്തോടെ തന്നെയായിരിക്കും. പക്ഷേ താൻ ഒന്നോർക്കണം. കെട്ടുതാലി വരെ പൊട്ടിച്ചെടുത്ത് പണയം വയ്ക്കുമ്പോൾ താൻ തൻ്റെ ഭാര്യയുടെ അഭിമാനമാ പണയപ്പെടുത്തുന്നേ. അവൾക്ക് പിന്നെ ഒരിക്കലും 4 പേരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനോ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനോ തന്നോടൊപ്പം ഒരു സിനിമയ്ക്ക് വരാൻ പോലും ആഗ്രഹമുണ്ടാവില്ല. തനിക്ക് അവളുടെ സ്വർണം വിലപിടിപ്പുള്ള ലോഹം മാത്രമാ. എല്ലാ പുരുഷന്മാർക്കും അങ്ങനെയാ. പക്ഷേ ഭാര്യയുടെ അഭിമാനം കൊണ്ട് പണയം വെച്ച് വീട്ടുചെലവ് നടത്തിയ തന്നെപ്പറ്റി ഒരഭിമാനവും അവളുടെ മനസ്സിലുണ്ടാവില്ല. അഭിമാനം തോന്നാത്ത ഭർത്താവിനോട് ബഹുമാനമുണ്ടാവാൻ വഴിയില്ലല്ലോ. ഞാൻ പണയപ്പെടുത്തിയതൊക്കെ വീണ്ടെടുത്ത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതൊന്നും നടക്കില്ലടോ. അങ്ങനെ ഒരാഗ്രഹമുള്ളവൻ അത് മുഴുവൻ കൊണ്ടുപോയി പണയം വയ്ക്കോ വിൽക്കോ ചെയ്യില്ല. ഒരു നിമിഷം നിർത്തിയിട്ട് ശ്രീധരക്കുറുപ്പ് കൂട്ടിച്ചേർത്തു. എന്നിട്ടും അവൾ അതൊക്കെ സഹിച്ചുവല്ലയോ? വിനയന് തിരിച്ചും പറയാൻ അമർഷത്തിൻ്റെ അമർത്തിവെച്ച കഥകളുണ്ടായിരുന്നു. വേണ്ട, പഠിക്കൽ കൊണ്ടുചെന്ന് കലമുടയ്ക്കേണ്ട എന്ന് കരുതി ഇത്രയും മാത്രം പറഞ്ഞു. അവൾ മാത്രമല്ല, ഞാനും. ശ്രീധരക്കുറുപ്പിൽ നിന്നും അതിനൊരു പ്രത്യുത്തരമുണ്ടായില്ല. അടുത്ത ഭാഗം നാളെ.